പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കടന്നു വരുന്ന എല്ലാ ദൈവമക്കളോടും മിറക്കുലർ സയൻസ് ഓഫ് മിനിസ്ട്രിയുടെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. അല്പസമയം നമുക്ക് മാന്യ പൈതൽ, ഞാൻ ഏറ്റവും വളരെ സ്നേഹിക്കുന്നതായ ഒരു മ്യൂസിക് ടീമാണ് ഫാനിയുടെ മ്യൂസിക്. ഫാനിയ മ്യൂസിക്കിനെ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കാനുള്ള കാരണം ഫാനിക്ക് കാഴ്ചയില്ല. ആ ഒരു കാരണത്തിലാണ് ഞാൻ ഫാനിയെ സെലക്ട് ചെയ്യിക്കുന്നത്. അനേക പാട്ടുകാരുണ്ടെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഫാനിയുടെ പാട്ടും ഫാനിയുടെ മിനിസ്ട്രിയുമാണ്. പ്ലീസ് അൺമ്യൂട്ട് ചെയ്തിട്ട് മോളെ പാട്ട് ലീഡ് ചെയ്താട്ടെ. മാനിയോട് ചേർന്ന് അല്പസമയം നമുക്ക് ദൈവത്തെ പാടി സ്തുതിച്ച് മാത്രപ്പെടുത്താം. താങ്ക് യു. കർത്താവിന്റെ ധന്യമേറിയ നാമം ഈ സന്ധ്യയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. മിറക്കിൾ ഹാൻഡ് ഓഫ് ജീസസ് മിനിസ്ട്രിയിൽ ഒരു പ്രാവശ്യം കൂടി കർത്താവിനെ സ്തുതിക്കുവാൻ ദൈവം ഒരുക്കി തന്ന ഈ നല്ല അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. വളരെയധികം പ്രാർത്ഥനയോടുകൂടെ ദൈവത്തിന്റെ സാന്നിധ്യത്തോട് നമുക്ക് അടുത്ത് വരാം. ഈ മീറ്റിംഗിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാവരെയും, എല്ലാ പ്രിയപ്പെട്ടവരെയും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ ആരാധനയിലേക്ക് ഒരു പ്രാവശ്യം കൂടി സ്വാഗതം ചെയ്യുകയാണ്. തികഞ്ഞ ദൈവ സാന്നിധ്യ ബോധത്തോടെ നമുക്ക് കർത്താവിന്റെ സാന്നിധ്യയിലായിരിക്കാം. നമുക്ക് വളരെ പരിചയമുള്ള ഒരു പഴയ പാട്ടാണ് പാടാൻ പോകുന്നത്. യേശുവിൽ എൻ തോഴനെ കണ്ടേ, എനിക്കെല്ലാം ആയവനെ, പതിനായിരങ്ങളിൽ ഏറ്റവും സുന്ദരൻ. നമ്മുടെ കർത്താവ് പതിനായിരങ്ങളിൽ അതിശ്രേഷ്ഠനാണ്. ഏറ്റവും സുന്ദരനായവനെയാണ് നാം ആരാധിക്കുന്നത്. നമ്മുടെ ദുഃഖവേളകളിൽ നമുക്ക് ആശ്വാസം തരുന്ന, നമ്മുടെ ഭാരമെല്ലാം ചുമക്കാവുന്ന എൻ്റെ കർത്താവ് ഓരോ ദിവസവും ഓരോ നാളും നമ്മുടെ ഭാരങ്ങളെ വഹിച്ച് ചുമക്കുന്ന ആ കർത്താവിൻ്റെ കൈകളിലേക്ക് എല്ലാം ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പാടാം. യേശുവിൽ എൻ തോഴനെ കണ്ടേ. ആമേൻ.
പതിനായിരങ്ങളിൽ ഏറ്റവും സുന്ദരരേ, പതിനായിരങ്ങളിൽ ഏറ്റവും സുന്ദരരേ. പതിനായിരങ്ങളിൽ സുന്ദരനായ ഷാരോനിൻ റോജാവേ, ഇതുപോലൊരു ഭാഗ്യം നമുക്ക് വേറെ ഇല്ല. ഈ കർത്താവിനെ അറിഞ്ഞതാണ്, അവനെ കണ്ടുമുട്ടിയതാണ്, ആ നല്ല സ്നേഹിതനെ കണ്ടെത്തിയതാണ് ഏറ്റവും വലിയ ഭാഗ്യം, നമുക്ക് ലഭിച്ച ആ സൗഭാഗ്യം, നമുക്ക് ലഭിച്ച നന്മ. ഹല്ലേലൂയ. നമുക്ക് ഒന്നിച്ച് കൈകൾ അടിച്ച് പരിശുദ്ധാത്മ ശക്തിയിൽ കർത്താവിനെ പാടി ആരാധിക്കാൻ പോകുന്നു. ഏറ്റവും പരിചയമുള്ള ഒരു പാട്ടാണ്. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം. നാഥൻ നന്മകളെ ധ്യാനിച്ചിടാം, കരങ്ങൾ ഉയർത്തി നന്ദി ചൊല്ലാം, അധരങ്ങൾ തുറന്നെല്ലാം ഹല്ലേലൂയ നമുക്ക് പാടി വാഴ്ത്താം. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്ത എല്ലാ ബെനിഫിറ്റ്സുകളെ ഓർത്ത് നമുക്ക് കൈകൾ അടിച്ച് ആത്മശക്തിയോടെ പാടി ആരാധിച്ച് മഹത്വപ്പെടുത്താം. കർത്താവിന്റെ ആ ഭയങ്കര ആ ഹല്ലേലൂയ ശക്തി, ദൈവത്തിന്റെ കരത്തിന്റെ സ്പർശനം, ആ അത്ഭുത കരത്തിന്റെ സ്പർശനം കൂടി വരുന്ന എല്ലാവരുടെ ജീവിതത്തിൽ ഹല്ലേലൂയ അനുഭവിച്ചറിയുവാൻ ഇടയാകട്ടെ എന്ന പ്രാർത്ഥനയോടെ പാടാം. കർത്താവ് സഹായിക്കട്ടെ. Hallelujah, hallelujah, hallelujah.
ആത്മശക്തി, ദൈവശക്തി. ഓ റഖമനമനമരിവരം. രഗനാധികനം ശക്തലെ രക്കത്തെ. Jesus Lord. ഞങ്ങളുടെ പ്രിയ പിതാവേ, അവിടുത്തെ സ്നേഹത്താ, അങ്ങയുടെ ശക്തിയാ, അവിടുന്ന് അങ്ങയുടെ ജനത്തെ നയിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. കർത്താവേ, അങ്ങയുടെ അത്ഭുതങ്ങൾ ഈ രാത്രിയിൽ അങ്ങയുടെ ജനത്തിന്. ഇന്നത്തെ മീറ്റിംഗിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്തൃദാസന്മാരെയും കർത്തൃദാസിമാരെയും എല്ലാവരെയും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. വളരെ ആകാംക്ഷയോടെ നമ്മൾ ഇന്നത്തെ ടെസ്റ്റിമണി കേൾക്കുവാനായിട്ട് ഇരിക്കുകയാണല്ലോ. ഇന്ന് നമ്മളോട് സാക്ഷ്യമായിട്ടും തന്റെ അനുഭവങ്ങളായിട്ടും പറയുവാനായിട്ട് കടന്നു വന്നിരിക്കുന്നത് തൊടുപുഴയിൽ നിന്ന് പാസ്റ്റർ PJ മാനുവൽ ആണ്. കർത്തൃദാസിനെ ഞാൻ ക്ഷണിക്കുന്നു. അനേകം അനുഭവ സമ്പത്തുകൾ ധാരാളമുള്ള ഒരു ദൈവഭൃത്യനാണ്. തനിക്ക് ഗവൺമെന്റ് ജോലി ഉണ്ടായിട്ടും അതിൽ നിന്ന് ആ ജോലിയെ എല്ലാം വലിച്ചെറിഞ്ഞിട്ട് കർത്തൃവേലയ്ക്കായി കഴിഞ്ഞ ദീർഘമായ 32 വർഷത്തോളം ഇടുക്കിയിലും പാലക്കാടിലും തൊടുപുഴയിലും ഒക്കെ കർത്താവിന്റെ വളരെ വിശ്വസ്തയോടുകൂടി കർത്താവിനെ സേവിച്ചുകൊണ്ടിരിക്കുന്നു. പാസ്റ്ററിനെ ഞാൻ ക്ഷണിക്കുന്നു. ചെറിയ പ്രായം മുതൽ തന്നെ അനേകം അനുഭവങ്ങളിലൂടെയും എല്ലാം കടന്നു പോകുകയും അത് അനേകർക്ക് വിവിധ ഇടങ്ങളിൽ പ്രയോജനപ്പെടുകയും ചെയ്ത ഒരു ദൈവഭൃത്യനാണ്. നമുക്കറിയാം, നമ്മുടെ ആത്മീയ ലോകത്ത് പിതാക്കന്മാരില്ലാത്ത സ്ഥാനത്ത് കർത്താവ് ഒരു പിതാവായി ഉയർത്തിയിരിക്കുന്ന ഒരു ദൈവഭൃത്യനാണ്. തനിക്ക് ലോകത്തിലെ 3 മക്കൾ ഉണ്ടെങ്കിലും അതിനേക്കാൾ ഉപരി ആത്മീയമായി അനേകം മക്കളുടെ പിതാവായി തൊടുപുഴയിൽ സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നു. തന്റെ മക്കളെല്ലാം വിവിധ ഇടങ്ങളിലാണ്. വളരെ ആകാംക്ഷയോടുകൂടി തന്നെയാണ് ഞാനും ഇന്ന് ഈ ടെസ്റ്റിമണി കേൾക്കുവാനായിട്ടിരിക്കുന്നത്. അത്രമാത്രം അനുഭവങ്ങൾ കർത്താവ് പകർന്നിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം ആ ടെസ്റ്റിമണി കേൾക്കുവാനായിട്ട് എല്ലാവരെയും പ്രാർത്ഥനയോടുകൂടി ആയിരിക്കണമെന്ന് ക്ഷണിക്കുന്നു. കർത്തൃദാസനെ സാക്ഷ്യം പറയുവാനായിട്ട് ക്ഷണിക്കുകയാണ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. താങ്ക് യു വെരി മച്ച്. കഴിഞ്ഞ 20 വർഷങ്ങളായി ഞങ്ങൾ അന്യോന്യ പ്രാർത്ഥനയിൽ ഓർക്കുകയും സ്നേഹാന്വേഷണങ്ങൾ പരസ്പരം അറിയിക്കുകയും ചെയ്യുന്ന കർത്താവിന്റെ ദാസൻ മാത്യു ഉമ്മൻ എന്നറിയപ്പെടുന്ന ഞങ്ങളുടെ പ്രിയങ്കരനായ അച്ഛൻ കുഞ്ഞങ്ങളിനും സഹപ്രവർത്തകർക്കും വിശേഷാല് ഞാൻ ഇന്നലെ പരിചയപ്പെട്ട എൻ്റെ പ്രിയ മക്കള്, പെൺമക്കൾ, അത് ഷേർലി യോബിൻ, ഇപ്പൊ പാട്ടുപാടിയ ഫാനി ജോസ്, വേലക്കാരായ ജോസഫ് പാലമറ്റം, അതുപോലെ മറ്റു കർത്താവിന്റെ ഭൃത്യന്മാർ, അവർക്കെല്ലാം കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവിന്റെ മോള് പൈതല് ഇപ്പൊ പറഞ്ഞതായ കാര്യം ഇറ്റ്സ് വെരി ടച്ചിങ്. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിഷയം നമ്മുടെ പ്രിയപ്പെട്ടവരെ മക്കളെ എന്ന് വിളിക്കുന്നതാണ് എൻ്റെ ഈ 51 വർഷത്തെ വിശ്വാസ ജീവിതത്തിൽ കർത്താവിന്റെ വേലയോട് മുഖത്ത് ഏറ്റവും നല്ല കാര്യമെന്ന് കർത്താവിനെ പഠിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ സഭയില് ഈ 86 വയസ്സുള്ള പിതാവുണ്ട്. ഞാൻ അറിയാതെ അദ്ദേഹത്തെ വിളിക്കുന്നത് മക്കളെ, മകനെ എന്നാണ്. അപ്പോൾ ഞാൻ ഓർക്കാതെ പറഞ്ഞു പോകുന്ന അദ്ദേഹത്തിന് വലിയ ഇഷ്ടവുമാണ്. ഒരു കാര്യം വളരെ കറക്റ്റാണ്. ഈ ലോകം നിലനിൽക്കുന്നത് സ്നേഹമെന്ന ആ ഒരു ചാനലിൽ മാത്രമാണ്. ഞാൻ ഇത്രയും പറയാൻ കാരണം, ഞാൻ അമേരിക്ക ചെല്ലുന്ന സമയത്തൊക്കെയും അവിടെ ഏതെങ്കിലും സ്ഥലത്ത് മീറ്റിംഗ് ക്രമീകരിക്കുന്നത് ആ 99% എൻ്റെ പ്രിയ പൈതൽ കുഞ്ഞുങ്ങൾ അവിടെ നോർത്ത് കാരോലിൽ പാർക്കുന്നുണ്ട്. രാജു, മാത്യു ആൻഡ് ഷെറിൻ, അവരുടെ ബന്ധത്തിലാണ് ഈ അച്ഛകുഞ്ഞുങ്ങളെ പരിചയപ്പെട്ടത്. പരിചയപ്പെട്ട ദിവസം മുതൽ 20 വർഷത്തോളമായി എല്ലാ ദിവസവും ഞങ്ങൾ അന്യോന്യം പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് പറയുവാന് സന്തോഷമുണ്ട്. ദൈവത്തിന് സ്തോത്രം. കർത്താവിന്റെ ദാസനെയും ദാസിയെയും കർത്താവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വിശേഷാല് ഈ കഴിഞ്ഞ വർഷം ഒരു 4 മാസത്തോളം ഞങ്ങൾ സ്റ്റേറ്റ്സിലുണ്ടായിരുന്നു. ഞങ്ങളുടെ മൂത്ത മോളുടെ കല്യാണത്തിന് പോയതാണ്. അന്നും ഡിസംബർ മാസം 1-ാം തീയതി ന്യൂയോർക്കിൽ
റവറൻ ജോൺസൺ ജോർജ് നടത്തുന്ന സഭയിൽ ശുശ്രൂഷ ഒരുക്കി തന്നത് ഞങ്ങളുടെ പ്രിയ കർത്തദാസൻ, അത് മാത്യുവൻ ആണ് അങ്ങനെ ഞാൻ വിളിക്കുന്നത്, അച്യുവൻ അങ്കിൾ എന്നാണ്. സന്തോഷമുണ്ട്. തന്നെയുമല്ല, ഒന്നും യാദൃശ്യമായി സംഭവിക്കുന്നതല്ല, സകലതും ദൈവത്തിന്റെ പദ്ധതിയാണ്. നമുക്ക് ലൈഫ് തന്നിരിക്കുന്നത് ദൈവത്തിന് മഹത്വമാകുന്നതിന് വേണ്ടിയാണ്. ഈ മരണം എന്നെ ചെറുപ്പം മുതലേ കർത്താവ് പിതാക്കന്മാരിൽ കൂടി പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ നാഗാലാൻഡിൽ അവിടെ ഒരു വലിയ മലഞ്ചെരിവുണ്ട്. അവിടെ ചെന്നാൽ 10,000-കണക്കിന് ശവകുടീരങ്ങളുണ്ട് അവിടെ. അതൊക്കെയും ബ്രിട്ടീഷുകാരുടെയൊക്കെയും ശവകുടീരങ്ങളാണ്. ജപ്പാൻ യുദ്ധത്തിൽ ജപ്പാൻ ഓടിക്കുന്ന സമയത്ത് അവർ ജീവനും കൊണ്ട് ഓടി വന്ന വഴി ഒരു മരിച്ച് വീണ സ്ഥലമാണ് ഈ പറയുന്ന മലഞ്ചെരിവ്. അവിടെയുള്ള ശവകുടീരങ്ങളിൽ മാർബിൾ പതക്കങ്ങളിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, ടുഡേ ഞാനും നിങ്ങളും ഇവിടെ ആയിരിക്കും. അനേക വിശുദ്ധന്മാർ നമുക്ക് വേണ്ടി ഇടവേന്ന് പ്രാർത്ഥിച്ചത് കൊണ്ടാണ്. എനിക്കും മറ്റൊന്നുമില്ല. ഞാന് ഈ 79-ാമത്തെ വയസ്സിലും നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് മറ്റൊന്നുമല്ല, ദൈവം നിർത്തിയതോട് മാത്രമാണ്. കേൾക്കുന്നവരെ ദൈവാത്മാവ് ഓർപ്പിക്കുകയാണ്, ഓരോ ദിവസം ഈ നാളിൽ ജീവിക്കണമെങ്കിൽ വലിയ ദൈവകൃപ ആവശ്യമാണ്. ദൈവത്തിന്റെ വായന വേദിരിക്കുന്നത് അങ്ങനെയാണല്ലോ. അത് യെശയ്യാപ്രവചനം 50-ാം അധ്യായം 4-ാം വാക്യം വായിക്കുമ്പോൾ, ബലഹീനനായിരിക്കുന്നവന്, മനസ്സ് തകർന്നിരിക്കുന്നവന് കൈത്താങ്ങൽ കൊടുക്കുവാൻ യഹോവയായ ദൈവം എനിക്ക് ശിഷ്യന്റെ ആത്മാവിനെ ദൈവം കൊടുത്തിരിക്കുന്നുവെന്ന് അന്യോന്യം ധൈര്യപ്പെടുത്തിക്കൊണ്ട് പോകുവാനാണ് ദൈവമേ ആഗ്രഹിക്കുന്നത്. ഞാൻ ഇത്രയും പറഞ്ഞത്, പ്രിയ കർത്താവിന്റെ ദാസൻ കർത്താവിന്റെ ദാസിനെയും ടീമിനെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഒരു വാക്കിൽ ഞാൻ പ്രാർത്ഥിച്ചോട്ടെ. പരിശുദ്ധനായ ദൈവമേ, സ്നേഹം നിറഞ്ഞ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഒന്നും യാദൃശ്യമല്ല, കൽപ്പിച്ചു, അങ്ങനെ സംഭവിച്ചു. കർത്താവിന്റെ ദാസന് ദീർഘായുസ് കൊടുക്കണമേ, ടീമിനെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ പിതാക്കന്മാർ, പാസ്റ്റർ, പ്രാർത്ഥിച്ച ദൈവദാസന് അവരെല്ലാം കർത്താവ് അനുഗ്രഹിക്കണമേ. കർത്താവ് നദിയാദ്യമായി ചെയ്യുവാൻ എന്റെ കുഞ്ഞുങ്ങളെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു, പൊടിയോളം താഴ്ത്തുന്നു. മഹത്വം തിരുമേനിക്ക് യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഞാന് കൂടുതലൊന്നും വിവരിക്കുന്നതിന് മുമ്പ് ഒരു അനുഭവത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. ദയവായി നിങ്ങൾ പ്രാർത്ഥിക്കണം, ഇങ്ങനെ പ്രാർത്ഥിക്കണം. സ്പീക്ക് ടു മീ ലോർഡ്, എന്നോട് സംസാരിക്കണമേ. ഈ വൃദ്ധനായ മനുഷ്യന്റെ ജീവിതത്തിന്റെ ഏടുകളിൽ നിന്നുണ്ടായ അനുഭവങ്ങൾ ഞങ്ങളുടെയും ജീവിതത്തിൽ ഏതെങ്കിലും രീതി അന്വർത്ഥമാകുവാൻ ഇടയാക്കണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ദൈവം നിങ്ങൾ സംസാരിക്കും. ദൈവത്തെ സ്തോത്രം. എടുത്ത് പറയത്തക്ക വ്യക്തിപ്രഭാവമോ മഹത്വമോ പ്രസംഗ പാഠമോ ശരീരപ്രവൃത്തിയോ ഒന്നുമില്ലാത്ത നിസ്സാരനായ ഒരു മനുഷ്യനെ കർത്താവിന്റെ മിറാക്കുലസ് ഹാൻഡ്സ് എന്ന ആ സംരംഭത്തിൽ ഒരു ഉണക്കച്ചുള്ളിയെ പോലെ എങ്ങനെ ഉപയോഗിക്കാമെന്നുള്ളതിൽ ഒരു ചെറിയ അംശം സാക്ഷ്യം മാത്രമാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമത് ഞാൻ ആ ഒരു കൃപയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ സാക്ഷ്യം പറയാം. ഇന്നേക്ക് ഏതാണ്ട് 78 വർഷങ്ങൾക്കപ്പുറം കേരളത്തിൽ കോട്ടയം ജില്ലയിൽ മേൽകാവ് എന്ന ഗ്രാമത്തിൽ മനുവേൽ എന്നൊരു പിതാവ് ജീവിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ 5 മക്കളിൽ മൂത്ത മകനായിരുന്നു ജോസഫ് എന്നയാള്. താൻ അവിടുത്തെ മാനേജ്മെന്റ് സ്കൂളിൽ അധ്യാപകനായി ജോലി ചെയ്യുകയായിരുന്നു. നല്ലൊരു പാട്ടുകാരനും സൺഡേ സ്കൂൾ അധ്യാപകനുമായിരുന്നു. അത് തന്നെയുമല്ല, ഒരു പ്രാർത്ഥനാ ജീവിതം തനിക്കുണ്ടായിരുന്നു. തനിക്ക് 1 വയസ്സുള്ള ഒരു മകനും 2 വയസ്സുള്ള ഒരു മോളും ഉണ്ടായിരുന്നു. ഭാര്യ അന്നമ്മയ്ക്ക് 22 വയസ്സ്. ഉപരിപഠനത്തിനോ ഏതോ ഒരു ട്രെയിനിങ്ങിനായി ഒരു സ്ഥലത്തേക്ക് താൻ കടന്നുപോയി. ചില ദിവസങ്ങൾ അവിടെ താമസിക്കുമ്പോൾ വിശ്വാസ സ്നാനത്തിന്റെ ഉപദേശം മനസ്സിലാക്കുകയും ദിവംഗതനായ പക്ഷെ ടി.പി. പോൾ എന്ന ദേവദാസിന്റെ കൈക്കീഴിൽ സ്നാനമേൽക്കുകയും ചെയ്തു. വെള്ളത്തിൽ നിന്ന് കയറി വരുമ്പോൾ എന്റെ ഭാഷയിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് വന്ന കാര്യം അദ്ദേഹം പറഞ്ഞതായി ഓർക്കുന്നുണ്ട്. സ്നാനമേറ്റ് തിരികെ വന്ന അദ്ദേഹത്തിന് എല്ലാം പ്രതികൂലമായി. ആദ്യമായി CSIയുടെ അതോറിറ്റീസ് അവരെ വിളിച്ചു. ബിഷപ്പ് അവരെല്ലാം വിളിച്ചു പറഞ്ഞു, നിങ്ങൾ സ്നാനപ്പെട്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ സ്നാനം എടുത്തു എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ
നിങ്ങളുടെ ജോലി രാജിവെക്കാൻ പറഞ്ഞു. അങ്ങനെ ജോലി നിർബന്ധമായി രാജിവെപ്പിച്ചു. അതെന്നമല്ല, അതിന് പിരിച്ചുവിട്ടു. എല്ലാവരും എതിരായി, അവരും എതിരായി, നാട്ടുകാർ മുഴുവൻ എതിരായി. ഏറ്റവും കൂടുതൽ എതിരായത് സ്വന്തം ജനിപ്പിച്ച മാതാവായിരുന്നു. അപ്പൊ ഒരു പാട്ട് വളരെ ശരിയാണ്, ജനിപ്പിച്ച അമ്മ മറന്നാലും മറക്കാതെ ദൈവമുണ്ടെന്ന് ആ 33 വയസ്സുള്ള ചെറുപ്പക്കാരന് വ്യക്തമായി അറിയാമായിരുന്നു. അവൻ സ്തോത്രം മറക്കരുത്. ഞാൻ വ്യക്തമായ ഒരു കാര്യം ഓർപ്പിക്കുന്നത്, ദൈവം നമുക്ക് തരുന്ന സമയങ്ങൾ പാപം എന്തിനു വേണ്ടിയാണെന്നുള്ളത് അത് മനസ്സിലാക്കാനുള്ളതായ ഒരു ആത്മീയ കാഴ്ചപ്പാട് ദൈവമക്കൾക്ക് വളരെ അത്യന്താപേക്ഷിതമായ കാര്യമാണ്. നിങ്ങൾക്ക് കേൾക്കണമോ? എന്നാൽ ഒരു ആരുമില്ല, ഒരു പാട്ട കഷണം വളച്ച് ഒരു കോളാമ്പി ഉണ്ടാക്കി ആ ദേശം മുഴുവനും സുവിശേഷത്തിന്റെ സാക്ഷ്യം വഹിച്ചു. തന്റെ വേലയിൽ അനേകർ പിൽക്കാലത്ത് അവയെ കടന്നു വന്നതായി ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നാട്ടുകാരും വീട്ടുകാരും തള്ളിക്കളഞ്ഞപ്പോൾ ദൈവസന്നിധിയിൽ 40 ദിവസം ഭക്ഷണപാനീയങ്ങൾ വെടിഞ്ഞ് ഒരു ഉപവാസം എടുത്തു. നാളുകൾ കഴിഞ്ഞപ്പോൾ സ്വന്തം ഭവനത്തിൽ നിന്നും ഇറങ്ങിപ്പോകേണ്ടി വന്നു. വിജനമായ ഒരു സ്ഥലത്ത് കൂടി യാത്ര ചെയ്ത് സിരോൺ ബന്ധുക്കോസ്തുകാരുടെ ഒരു ഫെയ്ത്ത് ഹോമിൽ താനെ കടന്നു ചെന്നു. കേവലം വിരളേണ്ടവൻ മാത്രമുള്ള ഒരു ചെറിയ കൂട്ടം വിശ്വാസികൾ. രാത്രിയിലെ തണുപ്പും വിശപ്പും മൂലം താനൊരു രോഗിയായി തീർന്നു. ഒരു ചെറിയ കട്ടലിൽ താൻ കിടക്കുമ്പോൾ തന്നെ അന്വേഷിച്ച് തന്റെ പിതാവ്, തന്റെ 2 മക്കളും, തന്റെ 22 വയസ്സുള്ള ഭാര്യയെയും കൂട്ടിക്കൊണ്ട് അവിടെ കടന്നു ചെന്നു. അതിദുഃഖത്തോടെ ആ പിതാവ് വിളിച്ചു, മകനെ, നീ എന്താണ് ഈ ചെയ്യുന്നത്? ഞാൻ വളരെ കഷ്ടപ്പെട്ട് നിന്നെ പഠിപ്പിച്ചു, നിന്നെ വസ്തു വിറ്റ് ഞാൻ നിന്നെ ഫീസ് തന്നു, എന്നെ അയച്ചു. വലിയ പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു. ജോലി കിട്ടി, ഞാൻ വളരെ സന്തോഷിച്ചു. അപ്പോഴാണ് നീ എന്തോ സ്നാനപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് കയറി വന്നു. എനിക്കുണ്ടായിരുന്ന മുഴുവൻ നഷ്ടപ്പെട്ടു. എന്റെ തലമുറ ഒരു ഉയർത്തും വയ്യാത്ത അവസ്ഥയിലായി തീർന്നു. ചെറുപ്പക്കാരിയായ ഈ നിന്റെ ഭാര്യ, പറക്കം പറ്റാത്ത ഈ 2 കുഞ്ഞുങ്ങൾ, അവരാരും നോക്കും എന്ന് ചോദിച്ചു. ചെറുപ്പക്കാരനായ ദേവദാസൻ രോഗത്താൽ പീഡിതനായി തീർന്നു. ടൈഫോയിഡ്, ന്യൂമോണിയ ഏതാണ്ട് രോഗമാണ്. CPM ആണല്ലോ. മരുന്നൊന്നും കിടക്കാൻ 78 വർഷം മുമ്പാണ്. അവിടെ അതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് അസ്ഥിക്കോലമായ മനുഷ്യൻ എല്ലാം കേട്ടുകൊണ്ട് കിടക്കുകയാണ്. അപ്പോഴാണ് ആ താഴെപ്പുഴ എഴുതി നടന്നായ 1.5 വയസ്സുള്ള ആൺകുഞ്ഞ് അവിടുന്ന് എഴുന്നേറ്റ് വന്ന് ഓടി വന്ന് ഈ കട്ടലെ പിടിച്ച് എഴുന്നേറ്റ് നിന്നു. തന്റെ പിതാവിനെ എന്റെ മുഖത്തേക്ക് നോക്കി. ആ ക്ഷീണിച്ച കരം കൊണ്ട് പിതാവ് ഈ മകനെ ഒന്ന് ടച്ച് ചെയ്തു. അദ്ദേഹത്തിന് കണ്ണിൽ കൂടെ കണ്ണു തിരിഞ്ഞ് ധാരാളമായി ഒഴി. അദ്ദേഹം കൈമുള്ളിലേക്ക് ഉയർത്തി. ആ 33 വയസ്സുള്ള മനുഷ്യൻ പറഞ്ഞു, എന്റെ ദൈവം നോക്കിക്കൊള്ളും. അദ്ദേഹം ലോകത്തോട് വിട പറഞ്ഞു. ആ 1.5 വയസ്സുള്ള മകനാണ് നിങ്ങളോട് സംസാരിക്കുന്ന 79 വയസ്സുള്ള മാനുവേൽ എന്ന ദൈവവൃത്യൻ. എനിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിതാക്കന്മാർ വിശ്വസ്തരായി നിന്നതുകൊണ്ട് അവൻ അബ്രഹാമിനെ ഓർത്തു, അവൻ ഇസ്ഹാക്കിനെ ഓർത്തു, അവൻ യാക്കോബിനെ ഓർത്തു. എന്റെ ജീവിതത്തിൽ വന്ന ആയിരക്കണക്കിന് കുറവുകൾ, ബലഹീനതകൾ അവൻ മായ്ക്കാൻ കാരണം മറ്റൊന്നുമല്ല. എന്റെ ദൈവം നോക്കിക്കൊള്ളുമെന്ന് പറഞ്ഞ് കർത്താവിന്റെ സന്നിധി വിശ്രമിക്കുന്ന ആ പിതാവിനോടുള്ള ആ കണ്ണീരിനോടുള്ള വാഗ്ദത്തമാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. വല്ലഭന് പുല്ലുവായുധം എന്ന് പറയുന്ന പഴഞ്ചലുണ്ട്. പുറപ്പാട് ദിവസം 4-ാം അധ്യായം 17-ാം വാക്യത്തിൽ യഹോവയായ ദൈവം മോശയോട് പറഞ്ഞു, അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുവാൻ നീ വടി നീ എടുത്തുകൊള്ളണമെന്ന്. രഫീദിമിൽ പാളയമിറങ്ങിയപ്പോൾ അമാലേക്ക് വന്ന് ആക്രമിച്ചപ്പോൾ മോശ കൈ ഉയർത്തി. മോശയുടെ കയ്യിൽ ഈ അത്ഭുത പ്രവൃത്തി വടി ഉണ്ടായിരുന്നു. ആ വടിക്കൊരു സാക്ഷ്യവും പറയാനില്ല. അത് കേവലം ഒരു ഉണങ്ങിയ ഒരു മരക്കമ്പാണ്. അതിനെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എനിക്കും പറയാനുള്ളൂ. നിങ്ങൾ എന്നെ കേൾക്കുന്നവരെ ഞാനൊരു കാര്യം ഓർപ്പിക്കട്ടെ. നമ്മുടെ കർത്താവ് ജീവിക്കുന്നതുകൊണ്ട് മാത്രമാണ് നാമും ജീവിക്കുന്നത്. വീണ്ടും ഓർപ്പിക്കട്ടെ, സാക്ഷ്യത്തിലേക്ക് വരാം. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ എന്നെയും എന്റെ മാതാവിനെയും സ്വന്തം അമ്മ വീട്ടിൽ ഇറക്കി വിട്ടു. എന്റെ മൂത്ത സഹോദരിയെ അവിടെ നിർത്തി.
ഞങ്ങള് അമ്മ 22 വയസ്സുണ്ട്, 1.5 വയസ്സുള്ള എന്നെയും കൊണ്ട് സ്വന്തം സഹോദരന്റെ വീട്ടിലേക്ക് പോയി. അവിടെ പോയി ഒരു 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 സേവന്റിനെ പോലെ എന്ന് പറയാം, കാരണം കല്യാണം കഴിച്ചു വിട്ടതാണല്ലോ. 5 ആങ്ങളമാരുണ്ട്, അവര് അധ്യാപകരൊക്കെയാണ്. 5 പേര് ഓരോ വർഷത്തിലും അവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകും. ഈ ഇളയ മകളെയാണ് വിളിച്ച് ആ കാര്യങ്ങളൊക്കെയും ക്രമീകരിക്കുന്നത്. എനിക്കറിയില്ലായിരുന്നു. ഞാൻ അവരുടെ വീട്ടിൽ എൻ്റെ ഒരു പെൺകുഞ്ഞുണ്ട്, ഒരു അമ്മാച്ചന്, അവിടെ ഞങ്ങൾ താമസിച്ചത്. അവളെ അപ്പനെ വിളിക്കുന്നത് അപ്പച്ചാന്ന് വിളിക്കും. ഞാൻ ഓർത്ത് എൻ്റെ അപ്പച്ചനാണ്, ഞാനും അപ്പച്ചാന്ന് വിളിക്കും. എനിക്ക് ഓർമ്മ വരുന്നവരെയും ഞാൻ അങ്ങനെ ചിന്തിച്ചിരുന്നു. എന്നാൽ പിന്നെയാണ് അറിയുന്നത് ഞാനൊരു അനാഥനാണ്. എനിക്ക് എൻ്റെ അമ്മ എന്നെ അത് അറിയിച്ചിട്ടില്ല. അമ്മ ഒരു വിഷയത്തിലും എന്നെ ഭാരപ്പെടുത്തിയിട്ടില്ല. ദൈവം നടത്തി. ചുരുക്കി പറയാം, അവിടെ നിന്ന് കുറെ കഴിഞ്ഞപ്പോൾ എൻ്റെ വല്യപ്പച്ചനും സത്യം മനസ്സിലാക്കി. അദ്ദേഹം സ്നാനമേറ്റു, അദ്ദേഹം ഒറ്റപ്പെട്ടു. എങ്കിലും ആ പിതാവിനോടുള്ള വാഗ്ദത്തം, ആ കേട്ട വചനം, ദൈവം നോക്കിക്കൊള്ളുന്ന ഒരു വചനം അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ അവൻ ചാണ്ടുടി പോലെ പ്രവേശിച്ചു. താന് ഞങ്ങൾക്ക് തരാനുള്ള സ്ഥലത്ത് ഒരു വീട് പണിതു. അതിനെതിരായി ഞങ്ങളുടെ വല്യമ്മ വിളിച്ചു പറഞ്ഞു, എല്ലാവരും വന്നതാണ്, നീ ബാബിലോൺ കോട്ട പണിയുന്നു, ബാബിലോൺ കോട്ട പണിയുന്നു എന്ന് പറഞ്ഞ ആൾക്കാർ വരും. ഒരു ചെറിയ ഒരു വീട് അത് പണിതിന് ആ വൈരാഗ്യമാണ് സ്നാനപ്പെട്ടതിന്റെ പേരിൽ. നിങ്ങൾ ശ്രദ്ധിക്കണമേ, വളരെ ഭാരപ്പെട്ട് അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു. SSLCക്ക് ഞാൻ പഠിച്ചു. അവിടെ ഏറ്റവും നല്ല രീതിയിലേക്ക് ഞാൻ പാസ്സായി. അതിനുശേഷമായി കോളേജുകളുടെ പോലെയായി അതിനുള്ള മുഖാന്തരങ്ങൾ എന്റെ സഹോദരിയെ അവിടെ വീട്ടിൽ നിർത്തി. അവിടെ പഠിച്ചു. പുള്ളിക്കാരത്തിയും പാസ്സായി. അതിനുശേഷമായി ഞങ്ങൾക്ക് ഒരു കൊച്ചു വീട് തന്നത്. അവിടെ താമസിക്കാൻ അമ്മയും അനാഥരായ ഞാനും എൻ്റെ സഹോദരിയും ഞങ്ങൾ അവിടെ താമസിക്കും. അവിടെ ഒന്നും തന്നെ കഴിക്കാനൊന്നുമില്ല. വല്യപ്പച്ചൻ വൈകുന്നേരം വീട്ടിൽ വരാൻ അവകാശമില്ല. ഒരു ദൂരം നിന്ന് എന്നെ വിളിക്കും, കൊച്ചു എന്ന് വിളിക്കും. അപ്പൊ ഞാൻ ചെല്ലും. ആ ഒരു കൊട്ടയില് കുറെ ഉണക്ക കപ്പ തരും. അത് കൊണ്ട് ഞാൻ അപ്പുറം മേടിച്ചുകൊണ്ട് വരും. വീട്ടിൽ കൊണ്ടുപോയി ഞാനും അമ്മയും എൻ്റെ സഹോദരിയും കൂടെ അത് ഭക്ഷിച്ച് കഴിക്കും. അമ്മയും വസ്തുക്കൾ കിട്ടാനുണ്ട്, ഒന്നും തന്നിട്ടില്ല. അമ്മയും വളരെ ഭാരപ്പെട്ട് വർഷങ്ങൾ കഴിഞ്ഞു. ഞങ്ങൾ ഒരിക്കൽ മുറ്റത്തിരുന്നു കൊണ്ട് ഞാനും എൻ്റെ സഹോദരി അമ്മയും കൂടെ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ഒരു മാസം ഒരു 25 രൂപ ഞങ്ങൾക്ക് തന്നിരുന്നെങ്കിൽ അമ്മയ്ക്കുള്ളായിരുന്നു. അങ്ങയുടെ വചനമുണ്ടല്ലോ, അനാഥയുടെയും വിധവമാരുടെയും പരിപാലകനാണെന്ന് അവിടുത്തെ വചനമുണ്ടല്ലോ. ഞങ്ങൾ ആകാശത്തിലേക്ക് നോക്കി മുറ്റത്തിരുന്നുകൊണ്ട് അമ്മേൻ ഒരു പായലിരുന്നുകൊണ്ട് അല്പം കുറച്ച് മുള കെട്ടി അതിനോട് പറഞ്ഞു, ഞങ്ങൾക്ക് 25 രൂപ ദൈവമേ ഞങ്ങൾക്ക് തരണമേ, ഞങ്ങൾക്ക് ജീവിപ്പാൻ. അവിടെ നിന്ന് അത് 4 കിലോമീറ്റർ ദൂരത്താണ് ഹൈസ്കൂള്. രാവിലെ 7 മണിക്ക് പോകണം. ഒരു ഞങ്ങൾ അറിഞ്ഞില്ല. കുറച്ച് കഞ്ഞി എന്തെങ്കിലും കാണും. എന്നിട്ട് വൈകുന്നേരം വരുമ്പോഴും കുറച്ച് തരും. പിന്നെ അത് ഞങ്ങളുടെ അമ്മയ്ക്ക് ഒന്നുമില്ലായിരുന്നു. അമ്മ അതിനോട് പറഞ്ഞിട്ടില്ല, ഞങ്ങൾക്ക് കഞ്ഞി തരും. എന്നിട്ട് അമ്മ ഒന്നുമില്ലാതെ വെള്ളം കുടിച്ചുകൊണ്ട് അങ്ങനെ കഴിയുമായിരുന്നു. സ്തോത്രം. അവൻ അനാഥരുടെ എന്നെ കേൾക്കുന്ന ആരെങ്കിലും നിങ്ങൾ അനാഥത്വം അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ദൈവനാമത്തെ ഓർപ്പിക്കുന്നു. അവൻ അനാഥരുടെയും വിധവന്മാരുടെയും പരിപാലകനാണ്. നമുക്കറിയാമല്ലോ, ഈ ഗവൺമെന്റുകൾക്ക് നിലവിൽ വരുമ്പോൾ മുഖ്യമന്ത്രിമാര് പറയും, ആഭ്യന്തര വകുപ്പ് ഞാൻ വിട്ടുകൊടുക്കത്തില്ല, ആഭ്യന്തര വകുപ്പ് എന്റെ സ്വന്തം വകുപ്പാണ്, അതാണ് അധികാരമുള്ളത്. ഇതുപോലെ സ്വർഗത്തിന്റെ ആഭ്യന്തര വകുപ്പാണ് അനാഥരുടെയും വിധവന്മാരുടെയും പോർട്ട്ഫോളിയോ സ്വർഗത്തിലെ ദൈവത്തിൻ്റെതാണ്. ആകയാല് ലോകത്തിൽ ആശ്രയിക്കുന്നതിനേക്കാൾ, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ദൈവത്തിൽ ആശ്രയിക്കുന്നത് ഏറ്റവും നല്ലതാണെന്നുള്ളത് എൻ്റെ ജീവിതത്തിന്റെ അനുഭവമാണ്. ദൈവത്തിന് സ്തോത്രം. ഇനി എൻ്റെ സഹോദരനെ ഞാൻ പറയാം. സഹോദരിക്ക് വിവാഹപ്രായമായി, കയ്യിലൊന്നുമില്ല. ഞങ്ങളെ സ്നേഹിക്കുന്ന ഒരു അമ്മാച്ചൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് അനാഥരായ ഞങ്ങളോട് വലിയ സ്നേഹമാണ്. ഒരു ദിവസം കോതമംഗലത്ത് നിന്നും ഒരു ചെറുപ്പക്കാരൻ ഞങ്ങളുടെ സഹോദരിയെ കാണാൻ വന്നു. എൻ്റെ അമ്മയോട് പറഞ്ഞു, മകളെ എനിക്കിഷ്ടമായി, ഇനി എങ്ങനെയാ കാര്യങ്ങളൊക്കെ എന്ന് ചോദിച്ചു. സഹോദരന്റെ വീട്ടിൽ താമസിക്കുന്ന അമ്മ പറഞ്ഞു, മകനെ, ഞങ്ങൾക്കൊന്നുമില്ല, ദൈവം മാത്രമേ ഉള്ളൂ, അമ്മ ഒന്നും തരാനില്ല, അത് പഠിച്ചു കഴിഞ്ഞേ ഉള്ളൂ. ആ ചെറുപ്പക്കാരൻ ഒന്നും പറയാതെ ഇറങ്ങിപ്പോയി. മറ്റൊരു ദിവസം ഒരമ്മാച്ചനുമായിട്ട് വന്നു, വീട്ടിൽ വന്നു. ഒരു ചെറിയൊരു ഒരു കെട്ടെടുത്ത് എന്നിട്ട് പറഞ്ഞു, ഇതൊരു സാരിയാണ്, ഒരു വാച്ചുമുണ്ട്, കല്യാണത്തിന് കെട്ടാനാണ്, ഉടുക്കാനാണ് സാരി എന്ന് പറഞ്ഞു. അദ്ദേഹം പോയി. ഞങ്ങളുടെ
അവൻ 10 കിലോ അരി തന്നു. ഒരാളൊരു തോഴിയും തന്നു. ഒരു ഗംഭീര കല്യാണം നടന്നു. പിന്നീട് സഹോദരിക്ക് ഞാൻ പെട്ടെന്ന് പറയാം, ഈ സഹോദരിക്ക് ഒരു ജോലി കിട്ടി. ഇന്ത്യ ഗവൺമെന്റില് അവർ റിട്ടയർ ചെയ്തു. 30,000 രൂപ പെൻഷൻ ഉണ്ടായിരുന്നു. 5-ാം തീയതി ആകുമ്പോൾ താമസം മദ്രാസിലാണ്. മദ്രാസിൽ ഉള്ള 100 കണക്കിന് ദൈവദാസന്മാർ 1-ാം തീയതി മുതൽ വരാൻ തുടങ്ങും. ഈ 5-ാം തീയതി ആകുമ്പോൾ ഈ 30,000 രൂപയും അവർക്ക് കൊടുത്തിരിക്കും. ഒരു പൈസ പോലും ഞാൻ 5-ാം ശേഷമായി കൈകൊണ്ടായിരുന്നില്ല. അവര് 4 വർഷം മുമ്പ് നിത്യത്തിലേക്ക് മാറ്റപ്പെട്ടു. എല്ലാ ദൈവമക്കളുടെയും അവിടുത്തെ പാസ്റ്റർമാരുടെ മാതാവായിരുന്നു ആ കർത്താവിന്റെ ദാസി. ഹല്ലേലൂയ. കേൾക്കണമോ? അവിടെ മൂത്ത മകൻ റെയിൽവേയിൽ സ്റ്റേഷൻ മാസ്റ്റർ റിട്ടയർ ചെയ്തു. ഒരു മോളുണ്ടായിരുന്നു, SBIയിലെ കാഷ്യർ ആയിരുന്നു. ഇളയ മകൻ ഹോങ്കോങ്ങിൽ ബിസിനസ് ചെയ്യുന്നു. ദൈവം ആർക്കും കടക്കാരനല്ല. അത് പറയാൻ പോയാൽ 4 മണിക്കൂർ എടുക്കും ആ കർത്താവിന്റെ ദാസയുടെ സാക്ഷ്യം. എന്നാല് ദൈവം എന്റെ കാര്യം കേൾക്കണമല്ലോ. ഇന്ന് പലരും പറയും പ്രസംഗം ഒന്നും പറയണ്ട, പ്രസംഗം ഞങ്ങൾ കേട്ട് മടുത്തു. നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. പണ്ടൊക്കെ കൺവെൻഷനിൽ ഇങ്ങനെ എഴുതുമായിരുന്നു, ദൈവത്തിന്റെ കർത്താവിന്റെ സുവിശേഷ യോഗവും രോഗശാന്തി ശുശ്രൂഷയും. ഇതിന് പകരമായി സംഗീത ശുശ്രൂഷ എന്ന് മാത്രമേ ഉള്ളൂ. രോഗശാന്തി ശുശ്രൂഷ ഒരു നോട്ടീസിലും ഇല്ല. കാരണം പ്രാർത്ഥിച്ചാൽ കേൾക്കുന്നില്ല. കാരണം ജീവിതത്തിൽ അനുഭവങ്ങളില്ല. പ്ലീസ് വാട്ട് യു പ്രാക്ടീസ്. ആമേൻ. അത് ബില്ലി ഗ്രഹാം പറഞ്ഞു, നമ്മുടെ ഭൂമിയിലെ ലൈഫ് എന്ന് പറയുന്നത് സ്വർഗത്തിൽ നമ്മൾ എന്തായിരിക്കും എന്നുള്ളതിന്റെ ഗ്രീൻ റൂം ആണ്. അത് ഏത് ദിവസം ഓർക്കേണ്ടത്. ഓരോ ദിവസവും കർത്താവേ കൃപയാൽ നമ്മളെ തന്നെ കാണണം. ഏറ്റവും വലിയ എളിമ സ്വർഗം ഉന്നതനെങ്കിലും അവൻ താഴ്മയുള്ളവനെ കടാക്ഷിക്കുന്നു. ജീവിതത്തെ ക്രിസ്ത്യാനിറ്റിയുടെ ബേസ് അടിത്തറ എന്ന് പറയുന്നത് താഴ്മയാണ്, വിനയമാണ്, സൗമ്യതയാണ്. ഒക്കെ ഇടയ്ക്ക് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഉറപ്പിക്കട്ടെ, ദൈവം നോക്കിയ കാര്യങ്ങൾ പറയാം. എന്റെ സഹോദരി ജോലി കിട്ടി മദ്രാസിൽ വന്നു. അവര് എനിക്ക് പഠിക്കുന്ന കാര്യങ്ങളൊക്കെ വിവരിച്ചു. എനിക്ക് മഹാരാജ് കോളേജിൽ അഡ്മിഷൻ കിട്ടി. BSc മാത്സ് ആയിരുന്നു എന്റെ വിഷയം. ഞാൻ അവിടെ ചെന്ന സമയത്ത് തന്നെ ഞാൻ സ്പോർട്സിൽ എനിക്ക് ചെറുപ്പം മുതൽ എനിക്കായിരുന്നു. വോളിബോളിന്റെ ടീമിലായി 3 വർഷം മഹാരാജ് കോളേജ് ടീമിൽ മെമ്പർ ആയിരുന്നു. സെക്കൻഡ് ഇയറിൽ അന്ന് വയലാർ രവി MP ഞങ്ങൾ ഒരുമിച്ചാണ് പഠിച്ചത്. അദ്ദേഹം MAക്ക് പഠിക്കുന്നു. AK ആന്റണി ലോ കോളേജിൽ MLന് പഠിക്കുന്നു. അപ്പൊ ഞങ്ങൾ ഒരുമിച്ച് പലപ്പോഴും എന്റെ റൂമിലായിരുന്നു ഇവർ വരുന്നത്. അവർ പറഞ്ഞു, മിസ്റ്റർ മാനുവൽ നിങ്ങൾ തന്നെ വേണം അവിടുത്തെ കോളേജ് യൂണിയൻ സെക്രട്ടറി ആകാമെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് താല്പര്യമൊന്നും ഇല്ല എങ്കിലും അവരുടെ നിർബന്ധം കൊണ്ട് ആദ്യത്തെ കേരളത്തിൽ ആദ്യത്തെ KSUന്റെ സെക്രട്ടറി ആയിട്ട് എറണാകുളം മഹാരാജ് കോളേജിൽ ഞാൻ നിന്നു. എനിക്കെതിരായി നിന്നവരൊക്കെയും തോറ്റു. ഞാൻ വിജയിച്ചു. എന്നെ തൂക്കിയെടുത്തുകൊണ്ട് എറണാകുളം തെരുവിൽ കൂടെ എല്ലാം കൊണ്ടുപോയി. എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ എനിക്ക് പ്രസംഗിക്കാൻ അറിയത്തില്ല, എനിക്കൊന്നും അറിയാൻ പറ്റാത്തൊരു മനുഷ്യന് എന്തിനാ കർത്താവേ ഈ സ്ഥാനം കിട്ടി? എനിക്ക് അറിയില്ലായിരുന്നു. അപ്പൊ എനിക്കത് രക്ഷയുടെ കാര്യം പൂർണ്ണമായിട്ട് അറിഞ്ഞുകൂടാ. അപ്പൊ ഒരു വർഷങ്ങൾക്ക് ശേഷം എന്നോട് ദൈവം പറഞ്ഞു, നീ 100 കണക്കിന് ഇടങ്ങളിൽ എന്റെ സാക്ഷ്യം വഹിക്കുന്നതിന് വേണ്ടി നിന്റെ ഭാരം മാറ്റുവാൻ, ഭയം മാറ്റുവാൻ ഞാൻ നിന്നെ ആക്കിയതാണെന്ന് ദൈവാത്മാവിനോട് സംസാരിച്ചു. ഇടയ്ക്ക് ഞാൻ പറയാം, ഞാൻ പഠിച്ചതായ ആ കോളേജില് എന്റെ 2ാമത്തെ മോള് അവിടുത്തെ പ്രൊഫസറായി തീരുവാൻ ദൈവം ഇടയാക്കി. ഇടയ്ക്ക് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അവരിപ്പോ പാലക്കാട് വിക്ടോറിയ കോളേജിൽ പ്രൊഫസറായിരിക്കുന്നു. ദൈവം നടത്തി വെച്ച് ഞാൻ പറയാം. സ്തോത്രം. അങ്ങനെ അവിടെ അതിനുശേഷമായി എനിക്ക് ടെലികോംസ് ഡിപ്പാർട്ട്മെന്റിൽ 1969 ജോലി കിട്ടി. ഞാൻ 70 അവിടെ ജോയിൻ ചെയ്ത സമയത്ത് എനിക്ക് താമസിക്കാൻ സ്ഥലമുണ്ടായിരുന്നില്ല. അവിടെ വെച്ച് ഇന്ന് ന്യൂയോർക്കിലെ പാസ്റ്ററായിരിക്കുന്ന പാസ്റ്റർ ജോൺ തോമസ് അല്ലെങ്കിൽ ജെയിംസ് എന്ന് പറയുന്ന ജോൺ തോമസ് തർക്കോലി ജെയിംസ് എന്ന് പറഞ്ഞ ദേവദാസനോട്, അദ്ദേഹത്തിന് 18 വയസ്സേ ഉള്ളൂ, എനിക്ക് 23 വയസ്സ്. ഞങ്ങൾ ഒരുമിച്ച് അദ്ദേഹത്തിന്റെ ക്വാർട്ടേഴ്സിലായിരുന്നു ഞങ്ങൾ താമസിക്കുന്നത്. ഞങ്ങൾക്ക് അദ്ദേഹത്തിന്റെ പിതാവ് മരിച്ചതിന്റെ പേരിൽ റെയിൽവേ ജോലി കിട്ടിയതാണ്. ട്രെയിൻ ക്ലർക്ക് ആയിരുന്നു പാലക്കാട്. അങ്ങനെ ഒരുമിച്ച് ഞങ്ങൾ താമസിക്കും. ഞങ്ങൾ അഭിഷേകം പ്രാപിച്ചിരുന്നില്ല. ഒരിക്കൽ ഞങ്ങൾക്ക് 2 പേർക്കും കൂടെ ഒരു പായും ഒരു കിടക്കുന്ന ഒരു ബെഞ്ചുമാണ് ഉണ്ടായിരുന്നത്.
ഞാൻ നൈറ്റ് ഡ്യൂട്ടിക്ക് പോകുന്നത് കൊണ്ട് അദ്ദേഹം പകല് ജോലിക്ക് പോകും. നൈറ്റ് ഡ്യൂട്ടി ഞാൻ അതേ കിടക്കും. ഒരേ ഒരു തഴപ്പായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്നത്തെ ന്യൂയോർക്കിലെ പാസ്റ്ററുടെ കാര്യം പറയുന്നത്, പാസ്റ്റർ ജോൺ തോമസ് തർക്കോലിൽ ഞങ്ങൾ ഒരുമിച്ച് ഒരു മുറിയിൽ ഒരു പായിലാണ് കിടന്നത്. അഭിഷേകം വായിച്ചില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഒരു പായിലിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോ ഒരു പ്രിയ സഹോദരൻ കായംകുളത്ത് നിന്ന് വന്നു. അദ്ദേഹം ഈ ഒരു പ്രത്യേക ചർച്ചക്കോടുണ്ട്, ഗിരിദീപൻ ചർച്ചക്കോട് എന്ന് പറയും, അല്ലെങ്കിൽ ആൻഡേഴ്സൺ. അവര് പഠിപ്പിക്കുന്നത് അന്യഭാഷയില്ല, 1000 ആണ്ട് ഭാഷയില്ല. എന്നാൽ ഇത് ഉണ്ടെന്ന് പറഞ്ഞ ആളാണ് ഞങ്ങൾ രണ്ടുപേരും ഈ വിഷയത്തിൽ ജെയിംസുമായിട്ട് ഇച്ചിരി ഉടക്കൊക്കെ ഉണ്ടായി. എങ്കിലും അദ്ദേഹം സ്നേഹിതന്മാരാണ്. അദ്ദേഹം 20 വയസ്സ്, എനിക്ക് 23, ജെയിംസ് 18 വയസ്സ്. ഞങ്ങൾ 3 പേരും ഒരു പായിലിരുന്ന് പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു. വൈകുന്നേരം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ 1971 രാത്രി 9:00 ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് ഒരു തീജ്വാല ഞങ്ങളുടെ മുറിയിൽ പ്രത്യക്ഷപ്പെട്ടു, ഞങ്ങളുടെ മേൽ വന്നു. ഞങ്ങൾ 3 പേരും ആത്മാവിൽ നിറഞ്ഞു. കേൾക്കണമോ? ഈ സമയത്താണ് എന്നെ കാണാൻ വേണ്ടി മൂവാറ്റുപുഴയിൽ നിന്നും ഇലക്ട്രിസിറ്റി ബോർഡിലെ ഒരു സബ് ഓഫീസർ ആയിരുന്നു അദ്ദേഹം. ഇവിടെ താമസിക്കാൻ വേണ്ടി വന്നതാണ്. അദ്ദേഹം അവിടെ വന്ന് നോക്കിയപ്പോ 3 പേര് കണ്ണടച്ചിട്ടുണ്ട്, ഇങ്ങനെ ചാടുകയാണ്. ഒരു 10 മിനിറ്റ് നിന്നു, 15 മിനിറ്റ് നിന്നു, ചാട്ടം നിൽക്കുന്നില്ല. പുള്ളി പേടിച്ച് ചോദിച്ചു എന്താ കുഴപ്പം പറ്റിയെന്ന് വിചാരിച്ച് താമസിക്കാൻ വന്നയാൾ ബാഗ് എടുത്തുകൊണ്ട് തൊട്ടപ്പുറത്തെ നൈനാൻസ് ലോഡ്ജിൽ പോയി പാർത്തു. പേടിച്ച് അതിരോപിൽ വന്നപ്പോൾ ഞങ്ങളെ എഴുന്നേറ്റിരിക്കുക. അപ്പൊ ചോദിച്ചു എന്ത് പറ്റി ഇന്നലെ, എനിക്ക് എന്താ സംഭവിച്ചെന്ന് ചോദിച്ചു. അതേ യാക്കോബക്കാരന് അറിയത്തില്ല. പക്ഷെ ഞങ്ങള് ദൈവത്തെ സ്തുതിക്കായിരുന്നു. എന്റെ അടുത്തിരുന്ന ജോൺ തോമസ് ന്യൂയോർക്കിൽ IPCയുടെ പാസ്റ്ററാണ്. ഞാനൊരു ബലഹീന പാസ്റ്ററാണ് തൊടുപുഴയിൽ. എന്റെ ഇപ്പുറത്തിരുന്ന ഫിലിപ്പ് ന്യൂ ലൈഫ് എന്ന ലോകപ്രസിദ്ധമായ പാസ്റ്ററുടെ ചർച്ചിന്റെ പ്രസിഡന്റാണ്. ദൈവത്തിന്റെ വിശ്വസതയാണ്, ദൈവത്തിന്റെ പദ്ധതിയാണ്. എന്നെ കേൾക്കുന്നവരെ, നിങ്ങൾക്ക് ഇന്നായിരിക്കുന്ന സ്ഥാനം ദൈവം നിങ്ങളെ അപ്പോയിന്റ് ചെയ്തതാണ്. ദൈവത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. നമ്മളോർക്ക് എനിക്കിങ്ങനെ സംഭവിച്ചല്ലോ. വളരെ വ്യക്തമായാണ് ദൈവം ഓർപ്പിക്കുന്നത്. ചിലരെ ന്യായാധിപ സംഘത്തിന് ഏൽപ്പിക്കും, ചിലരെ അടിക്കും, ചിലരെ കൊല്ലും. ഇതൊക്കെ ഉള്ള കാര്യമാണ്. വെളിപ്പാട് 6-ാം അധ്യായത്തില് ഒരു കൂട്ടം ആൾക്കാർ പറഞ്ഞു ഞങ്ങൾക്ക് എന്നാണ് ഒരു വീടുതല്. അപ്പൊ പറഞ്ഞു നിങ്ങളിപ്പം വിശ്രമിക്ക് എന്ന് പറഞ്ഞ് വെള്ളവസ്ത്രം കൊടുത്തു. നിങ്ങളെ പോലെ ഇരിക്കുന്ന അനേക രക്തസാക്ഷികളായി വരുന്നതുവരെയും. അപ്പൊ ഓർക്കുക, സ്റ്റെഫാനോസ് അപ്പോയിന്റഡ്. അത് ആദ്യത്തെ രക്തസാക്ഷിയായി തീരുവാൻ. അത് കണ്ടു വെറുതെ ഇരിക്കുന്ന ദൈവമല്ല. 110-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, അവൻ എഴുന്നേറ്റ് നിന്നുവെന്നാണ്. നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ വലത്തുഭാഗത്ത് ഇരിക്കാൻ പറഞ്ഞ കർത്താവ് ആദ്യത്തെ രക്തസാക്ഷിയെ സ്വീകരിക്കുന്നതിന് വേണ്ടി എഴുന്നേറ്റ് നിന്ന് കമാൻ വെക്കം ആദ്യത്തെ രക്തസാക്ഷിയെ സ്വീകരിപ്പാൻ കർത്താവ് യേശു ക്രിസ്തു പിതാവിന്റെ വലത്തുഭാഗത്ത് എഴുന്നേറ്റ് നിന്നു. അങ്ങനെയെങ്കിൽ ദേവദാസന്മാരെ, പ്രിയ മോളെ, പ്രിയ മക്കളെ, എന്നെ കേൾക്കുന്നവരെ, നിങ്ങളെ ദൈവമാക്കിയ സ്ഥാനങ്ങളിൽ നിങ്ങൾ വിശ്വസ്തരായി നിൽക്കുക. ആമേൻ. ഓരോ സ്ഥാനത്തും ദൈവമാണ് നമ്മളെ ആക്കിയിരിക്കുന്നത്. പാടാൻ കഴിവുണ്ടെങ്കിൽ അത് പാടുക. എങ്ങനെ പാടണം? ദൈവത്തിന് വേണ്ടി പാടണം. ഒരു പ്രസംഗിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ അരുളപ്പാട് പ്രസ്താവിക്കുന്നത് പോലെയും ഒന്നും കേട്ടുകഴിഞ്ഞോ ട്യൂബിൽ നിന്ന് കേട്ടിയോ അല്ലെങ്കിൽ മൊബൈലിൽ അടിച്ചൊന്നും ചെയ്യരുത്. ആ പ്രസംഗമൊക്കെയും ഒരിക്കൽ പ്രസംഗിച്ചു പോയ കത്തിച്ചാമ്പലായ ചാരമാണ്. അതൊന്നും പ്രയോജനപ്പെടുകയില്ല. എന്നാൽ രാത്രി എഴുന്നേറ്റ് നൂറ്റുമേലിരിക്കണം. കഴിഞ്ഞ 51 വർഷമായി ദൈവം എത്തിയിരിക്കുന്നത് ദൈവത്തെ പ്രാപിക്കുന്നുകൊണ്ടാണ്. ഇപ്പൊ ഞാനായിരിക്കുന്നത് തൊടുപുഴയിൽ കാഞ്ഞാറ് സ്ഥലമാണ്. അവിടെ 70% ആൾക്കാർ മുസ്ലിംസ് ആണ്. അവിടെ 33 വർഷമായി ദൈവം നിർത്തിയെന്നല്ലാതെ ഒന്നും പുകഴുവാനില്ല. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഈ വിഷയത്തിലേക്ക് ഞാൻ വരാം. ടെലിഫോൺസ് ഡിപ്പാർട്ട്മെന്റിൽ എനിക്ക് ജോലി കിട്ടി. ഞാൻ പറഞ്ഞല്ലോ 2001 സ്തോത്രം. എനിക്ക് ദൈവാത്മാവ് പറഞ്ഞു നീ രാജിവെച്ച് ഫുൾ ടൈം വേലയ്ക്ക് ഇറങ്ങാൻ പറഞ്ഞു. 28 വർഷക്കാലം ഈ നൈറ്റ് ഡ്യൂട്ടി ടെലിഫോൺസ് ഡിപ്പാർട്ട്മെന്റ് ആയതുകൊണ്ട് നൈറ്റ് ഡ്യൂട്ടി എടുക്കാമായിരുന്നു. 28 വർഷവും നൈറ്റ് ഡ്യൂട്ടി എടുക്കും. രാവിലെ ആരും പോയിട്ടില്ലാത്ത സ്ഥലങ്ങളിലേക്ക് ദൈവം എന്നെ അയച്ചു. അനേക തൊടുപുഴയിൽ നിന്ന് 15 മൈൽ അകലെ ഒരു വലിയ കുഗ്രാമുണ്ട്, തട്ടക്കുഴി എന്ന് പറയും. അവിടെ പോകും. ആരോടൊന്നും വാങ്ങിയിട്ടില്ല. അവിടെ നിന്ന് ട്രാക്ട് മേടിക്കും, ബാഗ് എടുത്തുകൊണ്ട് പോകും. അവിടെയുള്ള സ്ഥലങ്ങളിലെല്ലാം കയറും. എന്നിട്ട് വൈകുന്നേരം 100 രൂപ കൊടുത്ത്
ഒരു ചായക്കട വാടകയ്ക്ക് എടുക്കും. അവിടെ ആരും ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു ചാണകം കൊണ്ട് മെഴുകിയ ഒരു തറയാണ്. ഈ രണ്ടുപേര് വരും, ഞാൻ അവിടെ കിടക്കും. എന്നിട്ട് രാവിലെ 6:45 എഴുന്നേറ്റ് ജോലിക്ക് പോകും. മിക്കവാറും നമ്മുടെ ശരീരത്തിൽ മുഴുവൻ ചെളിയൊക്കെ ആയിരിക്കും. എന്നിട്ട് 3-ാം പക്കമാണ് വീട്ടിൽ ചെല്ലുന്നത്. അവിടെ ഞാൻ പോരുമ്പോൾ അവിടെ 9 സെന്റ് സ്ഥലം മേടിച്ചു. ഞാൻ പോരുമ്പോൾ 36 വിശ്വാസികളെയും ദൈവം തന്നു. അത് ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയ്ക്ക് അത് കൈമാറി. മുണ്ടിയാപ്പള്ളി അപ്പച്ചൻ വന്ന് അത് ഉദ്ഘാടനം ചെയ്തു. അതെന്ന് ഞാൻ ഓർക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇനി ഞാൻ പറയാൻ പോകുന്നത് അനുഭവങ്ങളാണ്. അതാണല്ലോ നിങ്ങൾ ആഗ്രഹിക്കുന്നതല്ലേ? അത് 97-ാം സംഘത്തിലും 10-ാം വാക്യത്തിൽ ഈ ഒരു വാക്യം എങ്ങനെയുണ്ട്? അവൻ തന്റെ ഭക്തന്മാരുടെ പ്രാണങ്ങളെ കാക്കുന്നു, ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്നും അവരെ വിടുവിക്കുന്നു. എത്ര സംഭവങ്ങൾ പെട്ടെന്ന് പറയാൻ സമയമില്ലല്ലോ. ഞാൻ ജോലിയുള്ള അല്ലെ കർത്താവിന്റെ പേരുടെ ബന്ധത്തിൽ ഈരാറ്റുപേട്ടയ്ക്ക് അടുത്ത സ്ഥലമുണ്ട്. ഞാൻ പേരിപ്പോൾ പറയുന്നില്ല. ഒരുപക്ഷെ അവിടെ ഉള്ളവർ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടായിത്തീരും. അതുകൊണ്ട് ഞാൻ പറയാം. 4 വർഷം അവിടെ ഉണ്ടായിരുന്നു. അവിടെ റോമൻ കാത്തലിക്സാണ് കൂടുതൽ. അവിടെ പെന്തക്കോസ്തുകാരാരും ഉണ്ടായിരുന്നില്ല. അവിടെ ചെറിയൊരു ഹോളും നമുക്ക് ദൈവം തന്നു. കുറച്ച് വിശ്വാസികൾ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ആ സമയത്ത് ഞാൻ ഡ്യൂട്ടിയും കഴിഞ്ഞ് അവിടെ ചെല്ലും, ആരാധിക്കാൻ വേണ്ടി ചെല്ലും. അവിടെ ചെന്ന് ഒരു 10-15 പേരായി അങ്ങനെ ഇരിക്കുമ്പോഴുണ്ട് ഒരു മനുഷ്യൻ ആ മൂലയ്ക്ക് വന്ന് ഈ ഭിത്തിയെ ചാരിയിരിക്കും. അദ്ദേഹം ഒന്നും പറയത്തില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ പേര്? ഒരു പേര് എന്നോട് പറഞ്ഞു, എന്റെ പേരാണ്. അപ്പൊ ഞാൻ അറിയില്ലല്ലോ, ഞാൻ സാക്ഷ്യം പിന്നെ പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ 1-2 ഞായറാഴ്ച വന്നു. അദ്ദേഹം അനങ്ങാതിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, സഹോദര നിങ്ങൾക്ക് പറയാനുണ്ട് പറയാം. അപ്പൊ അദ്ദേഹം ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതെങ്ങനെയാ പറഞ്ഞത്? പാസ്റ്റർ എന്നെ അറിയത്തില്ലായിരിക്കും, ഞാനൊരു കൊലപാതകത്തിൽ പ്രതിയാണ്, ഈ പരോളിൽ ഇറങ്ങിയതാണെന്ന് പറഞ്ഞു. ഞാൻ ആ പടി ഞെട്ടിപ്പോയി. അപ്പൊ ശരീരം മുഴുവൻ ഇടികൊണ്ട് വല്ലാതിരിക്കുക, നിൽക്കാനൊന്നും പറ്റത്തില്ല. പറഞ്ഞു പരോളിൽ ഇറങ്ങിയതാണ്. അപ്പം അത് പിന്നെ തുടർച്ചയായിട്ട് വരാൻ തുടങ്ങി. ഒരു 3-4 ആഴ്ച ഞാൻ പറഞ്ഞു, പാസ്റ്റർ എനിക്ക് സ്നാനപ്പെടണം. തെറ്റുണ്ടോ? ഞാൻ തെറ്റാ ചെയ്തത്, ഞാൻ പെട്ടെന്നൊരു കോപത്തിൽ ചെയ്തതാണ്, അതുകൊണ്ട് എന്നെ സ്നാനപ്പെടുത്തുമോ? ഞാൻ സ്വന്തം ഭാഷയോട് ചോദിച്ചു. പറഞ്ഞു അദ്ദേഹം രക്ഷിക്കപ്പെട്ട ആളാണ്, ചെയ്യാന്ന് പറഞ്ഞു. അദ്ദേഹത്തെ സ്നാനപ്പെടുത്തി. ആമേൻ. ഒരു 2 ആഴ്ച കൂടെ കഴിഞ്ഞപ്പോൾ ഞാൻ വീട്ടിലിരിക്കുമ്പോൾ ഈ മനുഷ്യൻ അവിടെ സ്വന്തം വീട്ടിൽ കയറി വന്നു. എന്നിട്ട് പറഞ്ഞു, പാസ്റ്റർ എനിക്ക് മനസാക്ഷി കുത്തിയിട്ട് ഞാൻ വരികയാണ്, പാസ്റ്റർ ഒന്ന് കണ്ട് ചില കാര്യം പറഞ്ഞ് നിരപ്പ് പ്രാപിക്കണം. ഞാൻ പറഞ്ഞു, സഹോദര നമ്മളൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, എന്താ വിഷയം? ശുശ്രൂഷ കുഴപ്പമുണ്ടോ? അല്ല, എന്റെ ദൈവം എന്നെ ഒരു പാഠം പഠിപ്പിച്ചു. വാളെടുക്കുന്നവൻ വാളാൻ. ദൈവദാസന്മാർ ദൈവത്തിന്റെ കരങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. നിങ്ങളെ ഉപദ്രവിക്കാൻ വേണ്ടി, നിങ്ങളെ കുത്താൻ വേണ്ടി ഞാൻ കടാരിയായിട്ട് വന്നതാണ്. ഞാൻ വന്നപ്പോൾ നിങ്ങളുടെ ആൾക്കാരെല്ലാം കൂടെ അവിടെ നിൽക്കുന്നതുകൊണ്ട് എന്നെ ആക്കിയ ആള് പറഞ്ഞു, വേണ്ട പിന്നത്തേക്ക് മാറ്റിവെക്കാൻ പറഞ്ഞു. എന്നെ ആക്കിയ ആള് പറഞ്ഞു, ഇരുന്നോട്ടെ, കത്തി ഇരുന്നോട്ടെ എന്ന് പറഞ്ഞു. ഞാൻ കത്തിയും കൊണ്ട് ഞാൻ നേരെ മുട്ടത്തിന് പോയി. അവിടെ ചെന്നപ്പം ആർക്കോ വേണ്ടി ഒരു മരുന്ന് മേടിക്കാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു. ഇദ്ദേഹം ഹോസ്പിറ്റലിൽ കയറി ചെന്നപ്പം ഡോക്ടർ വന്നില്ല. അപ്പോൾ ഒരു സിസ്റ്ററുണ്ട്. ആ സിസ്റ്ററോട് 2 ചെറുപ്പക്കാരിൽ നിന്ന് എന്തോ ഒക്കെ സംസാരിക്കുന്നു. അപ്പൊ എന്തോ ഇയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇയാള് ചെന്ന് ചോദിച്ചു, എടോ, സ്ത്രീകളോട് സംസാരിക്കുന്നതിന് മര്യാദ വേണം എന്നൊക്കെ പറഞ്ഞ് അവര് തട്ടിക്കേറി. അവര് ചെറുപ്പക്കാരാ. അവര് ചോദിച്ചു, താനാരാ? അവരൊരു വാക്കേറ്റമായി ഈ കത്തി എടുത്തിട്ട് ആ ചെറുപ്പക്കാരനെ കുത്തി. അദ്ദേഹത്തിന്റെ കുടലും എല്ലാം താഴെ വീണു. അവിടെ രക്തത്തിൽ കുളിച്ച് അവിടെ വീണ് മരിച്ചു. മറ്റേ തടസ്സം പിടിച്ചു, അയാളെ കുത്തി. ആമേൻ. 2 പേരും അവിടെ വീണു. ഇദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി, നാട്ടുകാർ കൂടി പിടിച്ച് അദ്ദേഹത്തെ ഒത്തിരി ഉപദ്രവിച്ചു. അന്ന് അദ്ദേഹം കിടന്നത് മൂവാറ്റുപുഴ സെൻട്രൽ ജയിലിലാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങളെ ഉപദ്രവിക്കാൻ, ഞാൻ നിങ്ങളെ പറയാൻ തന്നെ ഭയമാ, അടി കൊണ്ട് പറ്റിയില്ലെങ്കിൽ കൊല്ലുവാൻ വേണ്ടി, കുത്താൻ വേണ്ടി കൊണ്ടുവന്ന കത്തി എന്റെ കയ്യിലുണ്ടായിരുന്നു. അന്ന് ഞാൻ കിടന്നത് മൂവാറ്റുപുഴ സബ് ജയിലിലാണ്. എനിക്കിത് പറയാതെ സമാധാനമില്ല. അതിന് ക്ഷമ ചോദിക്കാൻ ഞാൻ വന്നതാണ്. ഞാനൊരു 1/2 മണിക്കൂർ നേരെ എനിക്കൊന്നും മിണ്ടാൻ കഴിഞ്ഞില്ല. ദൈവം നോക്കിക്കൊള്ളും.
അവനെ ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്നും അവരെ വിടുവിക്കുന്നു എന്നുള്ള മർമ്മം ദൈവം അന്നെന്നെ പഠിപ്പിച്ചു. എന്നെ കേൾക്കുന്ന നിങ്ങളോട് ഞാൻ ഓർപ്പിക്കട്ടെ, ഇന്നെന്നെ കേൾക്കുന്നവർ ജീവനോടെ ഇരിക്കുന്നുവെങ്കിൽ, നിങ്ങൾ ഇന്ന് നടക്കുന്നുവെങ്കിൽ, ജോലി ചെയ്യുന്നുവെങ്കിൽ, ശത്രുവായവർ പലപ്പോഴും നിങ്ങളെ നശിപ്പിക്കുവാൻ വാടകോരിയപ്പോൾ ദൈവം നിങ്ങളെ സൂക്ഷിച്ചതാണ്. അനർത്ഥങ്ങൾ, അപകടങ്ങൾ, പെരുമരണങ്ങൾ, കോവിഡ് മഹാമാരി ഇതൊന്നും വന്നിട്ടും നഷ്ടപ്പെട്ടു പോകാതിരുന്നത് ദൈവത്തിന്റെ സൂക്ഷിപ്പാണ് എന്ന് പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. അതൊരു ഇൻസിഡന്റ്. മറ്റൊന്ന്, വെള്ളം വേണേ. ഓക്കെ, ഒരു 3 ദിവസത്തെ പ്രാർത്ഥന ആമേൻ ഒരു കത്തോലിക്ക ഭവനത്തിൽ വെച്ച് നടത്തുവാൻ ദൈവം ഇടയാക്കി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, മിന്നൽ ജോർജ് കുട്ടി എന്ന് പറയുന്ന ഒരു ദൈവദാസൻ അന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വീട്ടിൽ ഞങ്ങൾ 4-5 പേരേ ഉള്ളൂ. അപ്പം ആ സ്ഥലം എന്ന് പറഞ്ഞാൽ അവിടെ 4 കള്ളുഷാപ്പുകളുണ്ട്. ആ ഷാപ്പിൽ അവിടെ മുഴുവൻ കള്ളുഷാപ്പാണ് മുഴുവൻ. അവിടെ മുഴുവൻ സന്ധ്യയായാൽ റൗഡികൾ വന്നിട്ട് ഒരുമിച്ച് കൂടും. ഒരു 2 പേരെങ്കിലും ഒരു വർഷത്തെ കത്തിക്കൊത്തിച്ച മരിക്കും. അവിടെ എല്ലാവർക്കും ഭയമാ, പുറത്തിറങ്ങത്തില്ല. അങ്ങനെ ഞങ്ങളവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോണ്ട് വല്ലാത്ത ഒരു ദുർഗന്ധം വരുന്നു. അപ്പൊ അവര് ആ വീട്ടിലെ പുതിയതായിട്ട് വന്ന ആൾക്കാരാണ്. അവിടെ വീട്ടുകാരൻ രക്ഷിക്കപ്പെട്ടിട്ടില്ല, ഭാര്യ രക്ഷിക്കപ്പെട്ടിട്ടുള്ളൂ. അപ്പൊ നോക്കിയപ്പോഴുണ്ട് അവിടുത്തെ ഷാപ്പ് അടച്ചിട്ട് 2 ചെറുപ്പക്കാർ കയറി വന്നിരിക്കുക. തലേക്കെട്ടുണ്ട്, അവര് ഉടിച്ച് വല്ലാതെ നിറഞ്ഞിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, പ്രസംഗം നിർത്തണോ? അവൻ പ്രസംഗിച്ചുകൊണ്ട് ദൈവദാസൻ നിർത്തി. എനിക്ക് 2 ചോദ്യം ചോദിക്കാനുണ്ട്, അത് പറഞ്ഞിട്ട് പ്രസംഗിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഓക്കെ, എല്ലാരും ഭയന്നിരിക്കുക. അവിടുത്തെ അറിയപ്പെടുന്ന 2 റൗഡികളാണ്. അവൻ ചോദിച്ചു, ഞാൻ പ്രാർത്ഥിച്ച കർത്താവേ തീർന്നു. അവിടെ കയറി കത്തിയുണ്ട്, എല്ലാം ഉണ്ട്. ഒരു വല്ലാത്തവന്മാരാണ് അവര്. താഴെ നിൽക്കുകയാണ്. അപ്പൊ ഈ അപ്പോൾ പ്രസംഗിച്ചുകൊണ്ട് ദൈവദാസൻ ഒന്നും മിണ്ടാതെ നിൽക്കുക. അപ്പൊ ഞാൻ നമ്മുടെ മാസ്റ്റർ ഉണ്ടല്ലോ, ആര് പറഞ്ഞാലും കുഴപ്പമില്ല, പറയാൻ പറഞ്ഞു. ഒരു ചോദ്യം, മനുഷ്യന്റെ വളഞ്ഞെന്നാ പറയുന്നത്, മനുഷ്യന്റെ ഉള്ളിലേക്ക് പോകുന്നത് ഒന്നും അശുദ്ധമാക്കുന്നില്ലെന്ന് ബൈബിളിലുണ്ടോ? ഉണ്ട്. അപ്പോ ഇച്ചിരി കുടിച്ചാൽ കുഴപ്പമുണ്ടോ? സത്യം പറയാവൂ. ഉള്ളിലേക്ക് പോകുന്ന ഒന്നും അശുദ്ധമാക്കുന്നില്ലെന്നല്ലേ കർത്താവ് പറഞ്ഞത്? അവൻ ഞങ്ങൾ ഇച്ചിരി കുടിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് അടിക്കാനാ ഉദ്ദേശം. ഇത് തെറ്റാണെന്ന് പറഞ്ഞാൽ അപ്പൊ അടിക്കുക വരും. അത്രമാത്രം ഭീകരന്മാരാ. ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു, കർത്താവേ ഇവരോട് എന്താ പറയണമെന്ന് എനിക്കറിയില്ല. ഞാൻ ചോദിച്ചു, ഞാൻ പ്രാർത്ഥിക്കും കർത്താവ് ഒരു ചെറിയ കാര്യം ഞാൻ മനസ്സിലാക്കിയത്, അഭിഷേകം പ്രാപിച്ചതായ വിശുദ്ധന്മാർക്ക് എന്ത് പറയണമെന്നുള്ളത് ദൈവത്തിന്റെ ആത്മാവ് തരും. എല്ലാം ഭയന്നിരിക്കുക. ഞാന് പറഞ്ഞു, മോനെ നിന്റെ പേരെന്നാ? എന്റെ പേര് തങ്കച്ചൻ. നല്ല പേരാണല്ലോ, കാണാനും സുന്ദരനാണ്. ഇതൊക്കെ പറയുമ്പോൾ സന്തോഷമാണല്ലോ. കേട്ടു. പറ, ഉത്തരം പറ. ഞാൻ ചോദിച്ചു, ഇതിന് ഉത്തരം പറയുകയാണെങ്കിൽ തങ്കച്ചൻ സഹോദരൻ ഞങ്ങൾ 2 പാസ്റ്റർമാരുടെയും ഇടയ്ക്ക് കയറി ഇരിക്കാവോ എന്ന് ചോദിച്ചു. അപ്പൊ ആ കുടിയന്മാര് പറഞ്ഞു, ഇരിക്കാടാ, പറയത്തില്ല, ഒരച്ഛനും പറയത്തില്ല, പിന്നെ എന്നാ ഇയാൾ പറയുന്നത്. ഓക്കെ. അപ്പൊ ഞാൻ ചോദിച്ചു, മോനെ ഞാൻ നാളെ തൊടുപുഴ പോയിട്ട് വരുമ്പോ ഒരല്പം പൊട്ടാസ്യം സയനൈഡ് ഞാൻ കൊണ്ടുവരാം, അത് കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പൊ മോനത് കുടിക്കാവോ? ഇവൻ BSc കെമിസ്ട്രിക്കാരനാണ്. അവൻ കുറെ നേരം മിണ്ടാതിരുന്നിട്ട് പറഞ്ഞു, കേരളത്തൊന്ന് പറഞ്ഞു. അയാൾ കയറിയില്ല, ഇവൻ ഞങ്ങളുടെ ഇടയ്ക്ക് കയറിയിരുന്നു. 1 മണിക്കൂർ ഞങ്ങൾ ആരാധിച്ചു. ദൈവജനം പറഞ്ഞു, അവൻ രക്ഷിക്കപ്പെട്ടു. അവനെ രക്ഷിക്കപ്പെട്ടിട്ട് അവനെ ഞാൻ സ്നാനപ്പെടുത്തി. അവന് 25,000 രൂപ സ്ത്രീധനം മേടിച്ച് എറണാകുളത്ത് ഏജിയിലെ ഒരു സഹോദരിയെ കൊണ്ട് കെട്ടിച്ചു. ഇന്ന് പുള്ളി കൃപയിൽ ആ ദേശത്ത് സാക്ഷ്യം വഹിക്കുന്നു. നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. അവൻ ഉരുളയ്ക്ക് ഉപ്പേരിയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതൊരു ഇൻസിഡന്റ്. അവൻ നമ്മുടെ ആക്ട് വർക്കറായി. പിന്നെ ഈ സംഭവങ്ങൾ നടന്നു. ഒരിക്കല് ഞാന് സഭായോഗത്തിന് വരികയാണ്. അപ്പൊ ആ പാടെ 4-5 പേരേ ഉള്ളൂ. അവിടെ ഒരു അച്ചായനുണ്ട്, 2 പിള്ളേരുമുണ്ട്.
സൺഡേ സ്കൂൾ പഠിപ്പിക്കും. ഞാൻ ചെല്ലുമ്പോഴേ അവിടെ പുറത്ത് ഒരു കല്ലല കയറി ഇരിക്കുന്നത് ഒന്നുമില്ല. ചെല്ലുമ്പോഴേ അദ്ദേഹം സൺഡേ സ്കൂൾ നിർത്തിയിട്ട് അത് അവിടെ പായൊക്കെ വിരിച്ചിട്ടിരിക്കുകയാണ്. സൺഡേ സ്കൂൾ നിർത്തിയിട്ട് ഇറങ്ങി വരും. ഞാൻ 9:30 പോയി നിൽക്കുകയാണ്. 9:30 10 10:15 ഈ പുള്ളി സൺഡേ സ്കൂൾ നിർത്തുന്നില്ല. എനിക്ക് ആകെ വിഷമമായി. എനിക്ക് ഇരിക്കത്തുമില്ല, നിൽക്കത്തുമില്ല, മിക്കത്തോടെ നടക്കുക. വിശ്വാസികളെല്ലാം വന്ന് നിൽക്കുക. ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു വലിയൊരു ശബ്ദത്തോടുകൂടി ഞാൻ ഇരിക്കുന്ന പായിലേക്ക് എന്തോ മേളിൽ നിന്ന് താഴേക്ക് വീഴുന്നതായിട്ട് കണ്ടു. ഒരു വലിയ ശബ്ദം. നോക്കിയപ്പോൾ ഏതാണ്ട് 15 അടി നീളമുള്ള ഒരു വലിയ പാമ്പ്. അതിന് 6 മാസമായി ആ ദേശത്ത് ജനമെല്ലാം ഭയം സന്ധിക്ക് ഇറങ്ങത്തില്ല. അത് ഈ ഹോളിന്റെ മേളിലാണ് ഇരുന്നത്. അപ്പൊ ഞാന് 9:30 ചെന്ന് 10 വരെയും അവിടെ മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്ന അതിന്റെ പിറകില് അവിടെ പായിലിരുന്ന് പ്രാർത്ഥിക്കും. മുട്ടുമേലിരുന്ന് ഈ ഇദ്ദേഹം സൺഡേ സ്കൂൾ അധ്യാപകൻ നേരത്തെ നിർത്തിയിരുന്നെങ്കിൽ ഞാൻ അവിടുന്ന് പ്രാർത്ഥിക്കും. ഈ വലിയ പാമ്പ് വന്ന് എന്റെ കഴുത്തിൽ വീഴും. അത് 15-18 കിലോകൾ ഉണ്ടായിരുന്നു. വലിയ ഒരു പാമ്പ്, ഒരു വലിയ സർപ്പം. അമ്മ അത് എടുത്താ പൊങ്ങത്തില്ല, അത്രയും വലുത് വരണം. അവിടെ അത് വീണിട്ട് ആ പാ നിറച്ചുണ്ട്. അതിങ്ങനെ വളഞ്ഞ് അവിടെ ഇരുന്നു. നാട്ടുകാരെല്ലാം വന്നു. അതിന് ഒരു രീതിനാ തല്ലി കൊന്നത്. ഞാനൊരു കാര്യം ഓർപ്പിക്കട്ടെ, തന്റെ ഭക്തന്മാരുടെ പ്രാണനെ അവൻ വീണ്ടും ഉള്ളുന്നു. ഞാൻ അവിടെ 9:30 അദ്ദേഹം സൺഡേ സ്കൂൾ നിർത്തിയിരുന്നെങ്കിൽ ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കും. ഇതെന്റെ തല വീഴും. തല വീണാൽ അത് പെട്ടെന്ന് വരിയും, എന്റെ കഴുത്ത് മുറിയും, ഞാൻ തീരും. ദൈവമക്കളെ, എന്നെ കേൾക്കുന്നവരെ മറക്കരുത്. ഓരോ ഈ മുടിയുടെ ഇതിന്റെ അക്കൗണ്ട് ഇത് സ്വർഗത്തിലാണ്. നമ്മൾ രാവിലെ വൈകുന്നേരവും മിനുക്കി ചിരിച്ചൊക്കെ നോക്കും. പക്ഷെ ഇത് എത്ര ഉണ്ടെന്ന് അറിയണമെങ്കിൽ ദൈവത്തിനറിയാം. നമ്മുടെ ജീവിതത്തിന്റെ അക്കൗണ്ട് ദൈവമാക്കിയിരിക്കുക. ഈ ഭൂമിയിൽ എത്ര നാൾ ജീവിച്ചിരിക്കണം എന്നുള്ളത് ദൈവത്തിന്റെ അത് ഉദ്ദേശമാണ്, ദൈവത്തിന്റെ പദ്ധതിയാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അതൊരു വിഷയമാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവം. ഇനിയും കേൾക്കണമോ? ആ സമയമാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സങ്കീർണമായ സമയം എന്ന് പറയുന്നത്. ഞങ്ങൾ ഒരിക്കൽ അവിടെ ഒരു 3 ദിവസം ഉപവാസ പ്രാർത്ഥനയും കഴിഞ്ഞ് ആരാധനയ്ക്ക് അന്ന് 10-40 വിശ്വാസികളായി പുതിയ ആത്മാക്കൾ കടന്നു വരാൻ തുടങ്ങി. ഒത്തിരി അത്ഭുതങ്ങൾ ദൈവം ചെയ്തു. അങ്ങനെ 3 ദിവസത്തെ ഉപവാസം കഴിഞ്ഞ് ഞങ്ങൾ ഞായറാഴ്ച ആരാധനയ്ക്ക് ഇരിക്കുമ്പോൾ ഒരാള് ദൂരെ ശബ്ദം കേൾക്കാം. ഇങ്ങനെ പറയുന്നത്, എടോ മനുവേലെന്ന് പറഞ്ഞാ വരുന്നത്. അവൻ എടോ മനുവേലെന്ന് പറഞ്ഞ് അതറിക്കൊണ്ട് വരിക. വന്നപ്പോ ഉണ്ട് അവിടുത്തെ വേറെ ഒരു മനുഷ്യൻ. അദ്ദേഹത്തിന് വായിക്കൂടെ നൊരയും പതയും ഈ ഒഴുകുന്നുണ്ട്. കയറി വന്നിട്ട് ഞങ്ങളെ ഈ സഭായം നടന്ന ആ മേശപ്പുറത്ത് കയറി അദ്ദേഹം കയറിയിരുന്നു. എന്നിട്ട് എന്റെ നേരെ കൈ ചൂണ്ടി ഉള്ള നിഘണ്ടുവിലില്ലാത്തത് മുഴുവൻ പറയാൻ തുടങ്ങി. പറയുന്നത്, നീ എന്നെ വെറുതെ വിടുകയില്ലല്ലേ? ഞാൻ നിന്നോട് എന്ത് ചെയ്തു? എനിക്കിവിടെ ജീവിക്കണ്ടേ? അപ്പം ഭൂതമാണ് സംസാരിക്കുന്നത്. അവളെ 2 പേരെ കൊന്നൊരു സ്ഥലമാണ്, വെടിവെച്ച് കൊന്നതാണ്. അതെല്ലാം കൂടെ ഞങ്ങൾ ഉപവസിച്ചപ്പോൾ ഈ ശത്രുവായവനെ ഇളകിയതാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവനോട് ജീവിക്കാൻ നിവൃത്തിയില്ലാതെ വന്നപ്പോൾ പെട്ടെന്ന് ആ മനുഷ്യൻ ഞങ്ങളുടെ ഹോളിലേക്ക് കയറി വന്നു. അദ്ദേഹം വന്ന് എന്നെ ഉപദ്രവിക്കണം. അങ്ങനെ ഞങ്ങൾ ഒന്നും മിണ്ടാൻ വരാതിരിക്കുകയാണ്. ഹല്ലേലൂയ. മക്കളെ കേൾക്കുന്നുണ്ടോ ഇത്? ഇവിടെ ഒന്ന് മാറിയും തോന്നുന്നു. കേൾക്കുന്നുണ്ട്, കുഴപ്പമില്ല. അപ്പോ അങ്ങനെ ഈ മനുഷ്യൻ വന്ന് എന്നെ ഉപദ്രവിക്കണം. അപ്പൊ 10-40 വിശ്വാസികളുണ്ട്, പുതിയതായിട്ട് വന്നവരൊക്കെയാണ്. അങ്ങനെ ഇരിക്കുമ്പോ ഞാൻ നോക്കി, എനിക്കൊന്നും പറയാനില്ല. പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഉണ്ട് ചട്ടയും മുണ്ടും കൊടുത്ത് 2 സ്ത്രീകള്, ഒരു 25-26 വയസ്സുള്ള 2 പെൺപിള്ളേര് പെട്ടെന്ന് കയറി വന്നു. എടാ, നീ ഈ പാവപ്പെട്ട മനുഷ്യരോട് നീ എന്താ ചെയ്യുന്നത്? നീ എന്ത് ദ്രോഹമാടാ നീ ചെയ്തത്? പിടിക്കടാന്ന് പറഞ്ഞു. ഒരു പെൺകുട്ടി ഒരു കാലിന് പിടിച്ചു, വേറൊരു പെൺകുട്ടി മറ്റേ കാലിനെ പിടിച്ചു. 2 കാലിനെ പിടിച്ച് വലിച്ച് ഹോളിലേക്ക് ഇട്ടു. അവർക്ക് ആൾ വീണോടനെ പറഞ്ഞു, ഇവന്റെ തലയിലെ തുണി എടുത്ത് കെട്ടടാ, കാലും കയ്യും കെട്ടാൻ പറഞ്ഞു. വിശ്വാസികൾ പുതിയതായിട്ട് വന്ന നല്ല ആരോഗ്യന്മാരാ. അവര് 5-6 പേരും കൂടി കയ്യും കാലും കെട്ടി നടക്കിടക്ക് ഇവങ്ങോട്ട് ഉള്ളുക. അവൻ ഭയങ്കരമായ അനാവശ്യം പറഞ്ഞുകൊണ്ട് എന്നെ കെട്ടഴിച്ചു വിടാനാ പറയുന്നത്. ഞാൻ ആശീർവാദം പറഞ്ഞ് സഹോദരന്മാരോട് പൊക്കോളാൻ പറഞ്ഞു. പിന്നെ കുറച്ച് പുരുഷന്മാർ മാത്രം അവിടെ നിന്നു. അപ്പം ആൾക്കാർ 10-100-150 ആള് കൂടി. കാരണം ഇവന് റൗഡിയാണ്, പാപ്പാടെ എന്തൊക്കെ അറിയത്തില്ല, എന്നെ
പറയുന്നത്. അവൻ ഞാൻ അവിടുന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവ് എന്താ ഇതിന് ചെയ്യേണ്ടത്? അപ്പോഴുണ്ട് ഒരു ചെറുപ്പക്കാരൻ മറ്റൊരു റൗഡി അവിടെ കയറി വന്നപ്പോൾ പറഞ്ഞു, എടാ നീ ചെയ്യുന്നത് ശരിയല്ല, നീ ഈ പള്ളി വന്ന അവിടെ ഇതൊക്കെ ചെയ്യുന്നത്, നീ വേദാന്തമൊന്നും പറയണ്ടടാ, നീ എന്നെ അഴിച്ചു വിടാൻ പറഞ്ഞു. ഞാൻ അഴിച്ചു വിടുകയില്ല എന്ന് പറഞ്ഞു. അപ്പൊ വന്ന ആളുടെ അപ്പന് വിളിച്ചു, അവിടുത്തെ തെറിയാണ്, എന്തോ വല്ലാത്ത തെറിയൊക്കെ പറഞ്ഞു. ഇവൻ ആ കിടന്ന മനുഷ്യന്റെ കൈയും ചുരുട്ടി അവന്റെ മുഖത്തടിച്ചു. അവന്റെ വായ്പയുടെ രക്തം തന്നെ ഒഴുകി, ഹോള് മുഴുവൻ അവിടെ എല്ലാം രക്തമായി, അവിടെ വീണു. അപ്പൊ ആകെപ്പാടെ ഒരു വല്ലാത്ത അന്തരീക്ഷമായി. ഞാൻ നോക്കിയപ്പോൾ ഉണ്ട്, എടുക്കടാ അവനെ എന്ന് പറഞ്ഞു. രണ്ടുപേര് കാലിന് പിടിച്ചു, രണ്ടുപേര് കൈക്ക് പിടിച്ചു, ആരാധന ഹോളി എന്ന് ഇങ്ങനെ എടുത്തുകൊണ്ട് പോവുക. കൊണ്ട് ആട്ടി 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 അവിടുന്ന് ഒരു താഴ് കുഴിയിലേക്ക് വലിച്ചെറിഞ്ഞു. ഒത്തിരി ആൾ നോക്കിക്കൊണ്ടിരിക്കുക. അദ്ദേഹം കൈയും കാര്യം കെട്ടിയിരിക്കാൻ മരിച്ചു പോയി എന്ന് വിചാരിച്ചു. ഞങ്ങള് ആശീർവാദം പറഞ്ഞു പോയി. എന്ത് പറ്റിയെന്ന് അറിയത്തില്ല, അന്ന് ടെലിഫോണൊന്നും ഇല്ല. അപ്പോ ഒരു വെള്ളിയാഴ്ച, പിറ്റേ വെള്ളിയാഴ്ച ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഞങ്ങൾ വരികയാണ്. ഓക്കെ, ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഞങ്ങൾ കടന്നു ചെന്നപ്പോൾ ഉണ്ട്, ഈ മനുഷ്യൻ വഴി തന്നെ നിൽക്കുകയാണ്. അവൻ എന്ത് പറയണമെന്ന് അറിയാൻ പാടില്ല, ഇദ്ദേഹം പോകുന്നില്ല. ഞങ്ങള് വളരെ ഭാരപ്പെട്ടു, ദൈവമേ എന്താ ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. ഇവൻ ഇറങ്ങി നിൽക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ പോവുക, കൊല്ലിനെ കൊല്ലട്ടെ. ആ പോയ വഴിയിൽ ഞാൻ അങ്ങോട്ട് ചെന്നു, ഇവന്റെ നേരെ നോക്കി, ഞാനും നോക്കി. ഈ മനുഷ്യൻ ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, കാലെ പിടിച്ചിട്ട് പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം, എനിക്കറിയില്ല, എന്തോ ഒരു ശക്തി വന്ന് എന്നോട് പറഞ്ഞു, ഞാൻ ചെയ്തതാണ്, എന്റെ തലയൊക്കെ വെച്ച് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മോനെ ഞങ്ങൾക്കൊരു വൈരാഗ്യമില്ല. അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. വീട്ടിൽ ചെന്ന് പറഞ്ഞു, അപ്പച്ച ആ ദൈവദാസന്റെ ശരീരത്തിൽ തൊട്ടപ്പോൾ എന്റെ ശരീരത്തിൽ നിന്നും എന്തോ മാറിപ്പോയി. കേൾക്കണമോ, 40 വർഷത്തിന് ശേഷം ഞാൻ കഴിഞ്ഞ ദിവസം ബസ്സിലിരിക്കുമ്പോൾ ഒരു പാസ്റ്റർ എന്നോട് പറഞ്ഞു, നിങ്ങൾ ക്ഷമിച്ചാലും ദൈവം ക്ഷമിക്കുകയില്ല, കാരണം ആരാധന അലങ്കോലപ്പെടുത്തിയതാണ്. അവൻ എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചു. പറഞ്ഞു, അദ്ദേഹം ഹോളിന്റെ തൊട്ട് പുറത്തുള്ള കാപ്പിയിൽ അദ്ദേഹം തൂങ്ങി മരിച്ചു. ഈ കഴിഞ്ഞ ചില നാൾക്ക് മുമ്പാണ്. എന്നെ കേൾക്കുന്നവരെ ഒന്നും ആയിട്ടില്ല, അനുഭവങ്ങൾ, നൂറ് വിഷയങ്ങൾ. ദൈവം നടത്തിയ വഴികള് എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ആമേൻ. അപ്പോസ്തലപ്രവൃത്തി 13-ാം അധ്യായത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അവൻ ഇശായിയുടെ മകനായ ദാവീദിനെ അവന് ബോധിച്ച പുരുഷനായി അവൻ തെരഞ്ഞെടുത്തു. അതിനപ്പുറത്ത് എഴുതിയിട്ടുണ്ട്, 36-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, അവൻ എന്റെ ഹിതമെല്ലാം ചെയ്യും. എന്നെ കേൾക്കുന്നവരെ, ഇന്ന് ഇവിടെ ജീവനോടേക്ക് ദൈവമക്കളെ, നമുക്ക് ആയുസ് നിൽക്കുന്നത് അച്ഛായ മോളെ, ഫാനി മോളെ, പാർമറ്റ മാസ്റ്ററെ, എന്നെ നിങ്ങളെയും ആക്കിയിരിക്കുന്നത് എന്റെ ഹിതമെല്ലാം അവൻ ചെയ്യും. അവൻ വിശ്വസ്തമാരെ നോക്കുകയാണ്. ഇന്ന് അനേകം അവിശ്വസ്തരായി തീരുമ്പോൾ സംഘത്തക്കാരൻ നിലവിളിക്കുന്നു, അയ്യോ ദൈവമേ, മനുഷ്യപുത്രന്മാരിൽ വിശ്വസന്മാർ കുറഞ്ഞിരിക്കുന്നു. അതിന് മധ്യത്തിൽ വിശ്വസത ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നു, നീ സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു. ദൈവത്തിൽ മറക്കലിന്റെ പ്രസംഗ ശ്രേഷ്ഠതയല്ല, പ്രസംഗമല്ല. ദൈവം ആഗ്രഹിക്കുന്ന ഉന്നതനെങ്കിലും അവൻ താഴ്ന്നു ക്രിസ്തുവേ ദൈവമക്കളെ, നമുക്ക് വാക്കുകൊണ്ടല്ല സാക്ഷ്യം പറയേണ്ടത്. നമ്മളെ പറയണം, ഇവരൊരു ദൈവവൈദ്യരാണ്. നമ്മുടെ വാക്കുകൾ പറയണം, അവൻ ദൈവവൈദ്യനാണ്. ഇതേ കൂടെ ഈ സാക്ഷ്യം പറയാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ പ്രസംഗം വട്ടപൂജ്യമാണ്. തീർന്നു. 2 ആഴ്ച മുമ്പ് ഒരു കൺവെൻഷൻ നടന്നു. ആദ്യത്തെ 30 വർഷ കൺവെൻഷനാണ്. ആ സമയത്ത് അവിടെ ഞങ്ങൾ താമസിച്ചത് ഒരു ക്രൈസ്തവ ഒരു ഹോളിലാണ്. ഞങ്ങളെ പൈസ കൊണ്ട് ചെന്നപ്പോൾ ആ മനുഷ്യൻ കാലിൽ വീണ് നമിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്നെ കേൾക്കുന്നവരെ ക്രൈസ്തവമാണ്, സാക്ഷിയുടെ ഒന്നും ആയിട്ടില്ല, എങ്കിലും പ്ലീസ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. 79 വർഷമായി കർത്താവ് എന്നോട് ജീവിച്ച് പലരും മരിച്ചുപോയി, ഇന്ന് ഭൂമിയുടെ മുഖത്തില്ല. എന്നാൽ അകാല പ്രതിപോലെ എനിക്കും ഈ ആയപ്പിന്റെ ഭാഗ്യം തന്നല്ലോ, ഇത്രത്തോളം സമയം സാക്ഷ്യമായിട്ട് പറയുവാന്. സർവ്വലോകമായ ദൈവം കൃപ ഇത് സ്തുതിക്കുന്നു. ഞാൻ ഒരു വാക്ക് പ്രാർത്ഥിച്ചോട്ടെ. പരിശുദ്ധനായ ദൈവമേ, നന്ദി അപ്പ. ദൈവമേ, ദാസനെയും ടീമിനെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അങ്ങ് വരുവോളം ദൈവം അനേക ആശ്വാസമാക്കി തീർക്കുമാറാകണമേ. കർത്താവിന്റെ നാമം മഹത്വമെടുക്കട്ടെ. സ്വർഗത്തിലും ഉന്നതിയുള്ള യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ജയമെടുക്കുകയാണ്. നിന്റെ മക്കൾക്ക് ദീർഘായുസ് കൊണ്ട് അനുഗ്രഹിക്കുമാറാകണമേ. സകല മഹത്വം അങ്ങേക്ക് തരുന്നു, യേശുവിന്റെ അൻപുള്ള നാമത്തിൽ തന്നെ.